തണലായി നിറയുന്നൊരച്ഛൻ നമ്മെ തളരാതെ കാക്കുന്നു ദൈവം. ആയിൽ തുടങ്ങുമെൻ ഭാഷ, അമ്മയിൽ ഉണരുന്നു സ്നേഹം. അറിവുകൾ പകരുന്നിതധ്യാപകർ, തണലായി നിറയുന്നൊരച്ഛൻ നമ്മെ തളരാതെ കാക്കുന്നു ദൈവം. മാതാപിതാ ഗുരുദൈവം, മാതാപിതാ ഗുരുദൈവം, മാതാപിതാ ഗുരുദൈവം, മാതാപിതാ ഗുരുദൈവം. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക ഈ പ്രയർ. നല്ല രസമുണ്ടായിരുന്നു. വെരി മീനിങ്ഫുൾ. Thank you, teacher. Today's thought. Good afternoon, ma'am, and all my dear friends. Believing in yourself is first secret to success. വിജയത്തിന്റെ ആദ്യ രഹസ്യം നിങ്ങളിൽ തന്നെയുള്ള വിശ്വാസമാണ്. So, you believe yourself, then I can learn and start learn with me. Thank you. Hello kids. Hi everyone. How are you? Fine. Fine. Okay. Who I am? You know me? Who I am? Lion. Lion. Yes. Okay. Today is wedding day of Lion. Okay. So Yes. we can call our friends. Okay. Let's start with a song. Are you Yes. ready? Ready. Yes, ready. Okay. Lovely friends, come to the palace. Wedding day, Lord's wedding day. Lovely friends, come to the palace. Wedding day, Lord's wedding day. Cat and kitten came, meow, meow, meow. Cat and kitten came, meow, meow, meow. Lovely friends, come to the palace. Wedding day, Lord's wedding day. Dog and puppy came, bow, bow, bow. Dog and puppy came, bow, bow, bow. Lovely friends, come to the palace. Wedding day, Lord's wedding day. Duck and duckling came, quack, quack, quack. Duck and duckling came, quack, quack, quack. Lovely friends, come to the palace. Wedding day, Lord's wedding day. Lovely friends, come to the palace. Wedding day, Lord's wedding day. Okay, are you ready? Let's go to Lion's house. Yes. Come on. Okay, thank you. Thank you, Safia. Thank you. That was fantastic. Okay, I enjoyed it. അതും ഒരു മുന്നറിയിപ്പില്ലാണ്ട് വന്നപ്പോ അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. നേരത്തെ പറഞ്ഞ് സെറ്റൊക്കെ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ അതിന് പ്രിപ്പയർ ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു. ഇപ്പൊ പെട്ടെന്ന് വന്നപ്പോഴേക്കും വാസ് വെരി നൈസ്. സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരു ഓക്കെ ഫൈൻ. സോ മഴയൊക്കെ ആണെങ്കിൽ എല്ലായിടത്തും മാം അല്ലെങ്കിലും പ്രതീക്ഷിക്കാണ്ട് ചെയ്യുന്നതിന് രസം കൂടും. ശരിയാ, തീർച്ചയായിട്ടും. അവിടേക്ക് എങ്ങനെയുണ്ട് മിസ്സേ മഴ? നല്ല മഴ. കുറവുണ്ടല്ലേ? എറണാകുളത്ത് കുറവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറവൂര് നല്ല മഴയാണ്. എന്റെ വാഴയൊക്കെ ഒടിഞ്ഞു പോയി. കുറവല്ല, കൊറോണ ഉണ്ട് അല്ലേ? കൊറോണയുടെ കാര്യമല്ല, അങ്ങനെ പറയും, ഇങ്ങനെ കേൾക്കുന്നു. നമ്മള് പുറത്തേക്ക് അധികം പോവാത്തോണ്ട്
അതിനെപ്പറ്റി കൂടുതൽ അറിയുന്നില്ല. പിന്നെ ഇവിടെ പറയുന്നില്ല. കാസർഗോഡ് നല്ല മഴയാ മാം. ആണല്ലേ? ഓ ശരി ശരി. മീൻസ് നോർത്ത് സൈഡിലേക്കാണ് മഴ കൂടുതൽ. ഭയങ്കര കാറ്റായിരുന്നു ഇന്നലേക്ക്. കാറ്റ്, രാത്രി കറണ്ട് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ അതെ മിസ്, കറണ്ട് പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. നമ്മുടെ കുറച്ച് ബാച്ചുകൾക്ക് എക്സാം നടക്കുക. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അത് പറയായിരുന്നു. എക്സാം ടൈമില് ആരുടെയെങ്കിലും ഒക്കെ മൊബൈൽ ഓഫ് ആയി പോയാൽ പാടല്ലേ. എനിവേ നമുക്ക് ഉള്ള സമയം നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം. സോ വേർ വി നമ്മൾ എവിടെയായിരുന്നു? നിങ്ങൾക്ക് പാർട്ട് 4 കഴിഞ്ഞു. പാർട്ട് 4 സ്കൂൾ മാനേജ്മെന്റ് ഓർഗനൈസേഷൻ. അതില് കമ്മ്യൂണിക്കേഷൻ മാത്രമേ എടുക്കാനുള്ളൂ. അത് അപർണ മിസ് എടുക്കുന്ന കാരണം ആതിര മിസ്സിന്റെ ഒക്കെ കംപ്ലീറ്റ് ആയി. യെസ്, ഒരു അസൈൻമെന്റ് ഉണ്ട്. അസൈൻമെന്റ് ആക്ച്വലി അസൈൻമെന്റ് PG സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള അസൈൻമെന്റ് ആണ്. കാരണം PGയുടെ ടോപ്പിക് റിലേറ്റഡ് ആണ് അസൈൻമെന്റ്. ബട്ട് ഞാനത് 2 പേർക്കും, ഡിപ്ലോമ ആൻഡ് PG കോമൺ 2 പേർക്കും തരികയാണ്. കാരണം വെച്ചാല് 2 ഇതിൽ പോകുന്നവർക്ക്, 2 സ്ട്രീമിൽ പോകുന്നവർ ഇത് അറിഞ്ഞിരിക്കണം. ഒരു 10 ക്വസ്റ്റ്യന്റെ അസൈൻമെന്റ് ആണ്. അത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യേണ്ട. കാരണം 10 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിറയെ എഴുതാനുണ്ടാവും. പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു. ആ ബുക്സിനെ കുറിച്ച് റിവ്യൂ എഴുതാനോ അങ്ങനെയൊക്കെയല്ലേ? എന്തോ 3 ബുക്സിനെ കുറിച്ച് റിവ്യൂ എഴുതാനോ അങ്ങനത്തെ ക്വസ്റ്റ്യൻ 10 ക്വസ്റ്റ്യൻ ഞാൻ തന്നോ? അതിന്റെ ഡീറ്റെയിൽസ് തന്നോ? ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ല, പക്ഷെ ക്ലാസ്സിൽ പറഞ്ഞു ചെയ്തു തന്നു. അപ്പൊ ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടാൽ മാത്രം മതി അല്ലേ? അതെ. ഞാൻ നോട്ട് ചെയ്ത് വെച്ചേക്കട്ടോ. അത് വേഗം അത് എഴുതിക്കോളൂ. പിന്നെ റെക്കോർഡ് റൈറ്റിംഗ് അവിടെ വരെയായി. റെക്കോർഡ് 3rd നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ എവിടെ വരെ ഡീറ്റെയിൽസ് തന്നു? 3rd സ്റ്റോറി. ഇനി 4th ആണ് തരാനുള്ളത്. 4th തരാനുള്ളത്. 3rd കുറെ പേരുടെ ഓൾമോസ്റ്റ് ഫിനിഷ് ആവാറായിട്ടുണ്ടാവും അല്ലേ? 3rd സ്റ്റാർട്ട് ചെയ്തിട്ടേ ഇല്ല ഞാൻ. ഓക്കെ, വേറൊന്നുമല്ല. സ്കൂള് തുറക്കാനായിട്ട് പോകുമ്പോ പലരും ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ റെഡി ആയിട്ടിരിക്കണ്ടാവും. ആണോ? അതെ മിസ്. ടീച്ചറെ ഒരു കാര്യം ചോദിക്കട്ടെ. നമ്മളുടെ എക്സാമും കാര്യങ്ങളൊക്കെ അതിനിടയ്ക്കോടെ ഇങ്ങനെ ടീച്ചിങ് പ്രാക്ടീസിന് പോയാൽ പഠിക്കാനൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? അപ്പോ എങ്ങനെയാണ് ഇത്? നമ്മുടെ എക്സാമിന് ഇപ്പൊ എപ്പോഴാണ് ഉണ്ടാകുക നമുക്ക് എക്സാം, മെയിൻ എക്സാം? നിങ്ങൾ ഏത് ബാച്ചാ ജോയിൻ ആയത്? ഓഗസ്റ്റ് ലാസ്റ്റ് ആണ്, 29th ആണ്. ഓഗസ്റ്റ് ലാസ്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് മിക്കവാറും ജൂലൈ ഫസ്റ്റ് വീക്ക്, ജൂലൈ പകുതിയൊക്കെ ആവുമ്പോഴേക്കും എക്സാം എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ഈ ജൂണിലൊക്കെ നമുക്ക് എക്സാമിനുള്ള പ്രിപ്പറേഷനും അതൊക്കെ ആയിരിക്കില്ലേ? ആ സമയത്ത് സ്കൂൾ തുറന്നതും പോണേനും വെച്ച് ജൂലൈ കഴിഞ്ഞിട്ട് പോകുന്ന, എന്തായാലും എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് പോകണല്ലേ ബെറ്റർ ടീച്ചറെ? അല്ലെങ്കിൽ നമ്മുടെ ടൈം ഈ എക്സാമിന് പഠിക്കാനൊന്നും പറ്റില്ല, ക്ലാസ് എന്തൊക്കെയാ എടുക്കണം എന്നുള്ളത് നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ? അത് മതി, കംഫർട്ടബിൾ ആയിട്ട് ചെയ്താൽ മതി. പിന്നെ അതുമല്ല, ജൂണിൽ തന്നെ നമുക്ക് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റണമെന്നില്ല. പല സ്കൂളുകളും റീഓപ്പൺ ചെയ്ത് കുട്ടികളൊക്കെ ഒന്ന് അതുമായിട്ടൊന്ന് അഡ്ജസ്റ്റഡ് ആയിട്ട് വരുന്ന ഒരു ടൈം ആയി. പല കുട്ടികളും ഈ പഠിച്ചത് മൊത്തം മറന്നിട്ട് ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് എഴുതുക. എന്റെ മക്കൾ തന്നെ ഇപ്പൊ അങ്ങനെ ചെയ്യണത്. ചില ലെറ്ററൊക്കെ തലതിരിഞ്ഞിട്ടൊക്കെ എഴുതുക, മറന്നിട്ട്. കുട്ടികൾ ഇത്രയും കാലം ടച്ച് ഇല്ലാണ്ട് ഇരിക്കല്ലേ? അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റാണെ ഇങ്ങനെ 1 മാസം ആകില്ലേ? പിന്നെ പുതിയ കുട്ടികള് ABCD ഒന്നും പഠിക്കാതെ വന്ന് കുറെ ദിവസം കരഞ്ഞിട്ടൊക്കെ ഇരിക്കും. അവനൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഫസ്റ്റ് തന്നെ പോയി പഠിപ്പിക്കാനൊന്നും നമുക്ക് പറ്റില്ലല്ലോ. നമുക്ക് KG സെക്ഷൻ അല്ലേ പോയതും തരുള്ളൂ അല്ലെ മിസ്സേ? അപ്പൊ അതാ ഞാൻ പറയുന്നത്, എക്സാം കഴിഞ്ഞിട്ട് പോയാ ടെൻഷൻ തീർന്നു അല്ലേ? അങ്ങനെയും പോകാൻ പറ്റില്ല, എക്സാം കഴിഞ്ഞിട്ടും പോകാൻ പറ്റില്ല. പക്ഷെ നമ്മുടെ കോഴ്സ് അനുസരിച്ച് നമ്മളുടെ കോഴ്സിന്റെ ഒപ്പം തന്നെയാണ് ഇത് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. ഓക്കെ, വിനീത ജൂലൈ ആകട്ടെ എന്ന് പറഞ്ഞു. അത് അപ്രോച്ച് ചെയ്ത് സ്കൂളാണോ പറഞ്ഞേ വിനീത? അതെ അതെ, സ്കൂളുകാർ പറഞ്ഞു ജൂലൈ ആട്ടെ, അപ്പോഴല്ലേ കുട്ടികളൊക്കെ വന്നൊന്ന് സെറ്റ് ആവുള്ളൂ, എന്നിട്ട് മതി എന്ന് പറഞ്ഞു. 10 to 15 days മതി. പക്ഷേ സ്കൂളുകാർ ചിലപ്പോൾ പറയും നിങ്ങൾ 1 മാസം കൂടെ നിൽക്കൂ, 2 മാസം കൂടെ നിൽക്കൂ, അല്ലെങ്കിൽ ഇവിടെ തന്നെ ജോയിൻ ആവൂ എന്നൊക്കെ പറഞ്ഞ് ഓഫറൊക്കെ ഉണ്ടാവും. അതൊക്കെ ശ്രദ്ധിച്ച് ഒരു സ്കൂൾ സെലക്ട് ചെയ്യാം. ഈവൻ അവർ അവിടെ തന്നെ പ്ലേസ്ഡ് ആക്കുവാണ്, അവർക്ക് റിസൾട്ട് സർട്ടിഫിക്കറ്റ് ഒന്നും അപ്പൊ അത്യാവശ്യം ഇല്ലെങ്കിൽ പ്ലേസ്ഡ് ആക്കുവാണെങ്കിൽ അതിനനുസരിച്ച് പ്രൊഫൈൽ ഉള്ള ഒരു സ്കൂള് തന്നെ സെലക്ട് ചെയ്യാനായിട്ട് നോക്കും. ഓക്കെ, ഓൾറെഡി വർക്ക് ചെയ്യുന്നവരുണ്ടാകും. വർക്ക് ചെയ്യുന്നവർക്ക് മോണ്ടിസോറി മെത്തേഡ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാവുന്നതാണ്.
പിന്നെ ഉള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഈ 4th റെക്കോർഡ് തരാന്ന് പറഞ്ഞത് നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള റെക്കോർഡുകൾ ആണ് ഇതെല്ലാം തന്നെ. അപ്പൊ 4th കുറച്ചുകൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും, കാരണം അതിനകത്ത് കംപ്ലീറ്റ് ആക്ടിവിറ്റീസ് ആണ്, ഒന്നും എഴുതാനോ ഒന്നും നമുക്കില്ല. അപ്പൊ ഈ ആക്ടിവിറ്റീസ് ഉള്ളത് കാരണം നമുക്ക് കുട്ടികളെ ചെയ്യിപ്പിക്കാൻ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അതായിരിക്കും. നമ്മുടെ കളിക്കുടുക്ക, മാജിക് പോട്ടൊക്കെ ഇല്ലേ, സെയിം അത് തന്നെ. ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് അത് ഡിലേ ആകാന്ന് വെച്ചിട്ടാണ്. 3rd എഴുതിക്കോളൂ, സമയമെടുത്ത് എഴുതിക്കോളൂ. അപ്പൊ 3rd എഴുതുന്നതിന്റെ ഇടയ്ക്ക് 4th എഴുതണം, കുറച്ച് ബോറടിക്കുവാണ്. 3rd കുറെ എഴുതാനുണ്ടാവുമല്ലോ, അപ്പൊ കുറച്ചൊന്ന് ബോറിംഗ് ആയിട്ട് തോന്നുവാണെങ്കിൽ നേരെ ആക്ടിവിറ്റി ബുക്കിലേക്ക് കടക്കാം. 4th 1 പറയാം. 5th 1 കുറിച്ച് യാതൊരു മിസ് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. മിസ് എന്നോട് പറഞ്ഞിരുന്നു പ്രാക്ടിക്കൽ ക്ലാസ് എവിടെ പ്രാക്ടീസിന് പോകുന്ന സ്കൂളിൽ ചോദിച്ചു നോക്ക്, 1 hour അങ്ങനെ മാറി നിന്ന് ആ ക്ലാസ് കേൾക്കാൻ പറ്റുമെന്ന് ചോദിക്കാൻ പറഞ്ഞില്ലേ? ഞാൻ ചോദിച്ചിരുന്നു, പക്ഷെ അതിനാരും വില്ലിങ് അല്ല. അതെങ്ങനെയാണ് എന്നാ ചോദിക്കുന്നത്. അപ്പോ ഞാൻ ചോദിക്കാം മിസ്സേ, ആ ക്ലാസ് മിസ് ചെയ്യാതെ ഇതൊക്കെ കോഴ്സ് കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ സഫിയും ചോദിച്ചു അത്. ടീച്ചിങ് പ്രാക്ടീസ് കോഴ്സ് കഴിഞ്ഞിട്ട് പലരും ഇപ്പൊ ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മൾ ശരിക്കും കോഴ്സ് സ്ട്രക്ചർ അനുസരിച്ച് കോഴ്സിന്റെ കൂടെ ചെയ്യേണ്ട കാര്യമാണത്. അപ്പൊ പ്രാക്ടിക്കൽ ക്ലാസ് മിസ് ആവൂലെന്നാ ഞാൻ ചോദിക്കുന്നത്. അപ്പോ എനിക്ക് മനസ്സിലായി. ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാല്, ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ആ 15 days ആയിരുന്നു ടീച്ചിങ് പ്രാക്ടീസ്. ആ 15 days ഞങ്ങൾക്ക് ക്ലാസ് ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ അർത്ഥം ഞങ്ങൾ എല്ലാവരും ഒരേ ടൈമില് പോകണം എന്നുള്ളതായിരുന്നു. അത് ഞങ്ങൾക്ക് കമ്പൽസറി ആയിരുന്നു, എല്ലാരും ഒരേ സമയത്ത് പോകണം. അപ്പൊ 15 days ക്ലാസ് ഇല്ലാതായാൽ ആരെയും ബാധിക്കില്ലല്ലോ. ആ 15 days എല്ലാവരും ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് റെഗുലർ ബാച്ച് അതുപോലെ ഞങ്ങൾക്കും തരാൻ പറ്റുമോ? നിങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോകില്ലല്ലോ. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് പോവുകയാണെങ്കിൽ അങ്ങനെ ഒരു ഓഫർ തരുമോന്ന് ചോദിച്ചത്. ഞാനത് നിങ്ങൾക്ക് വേണ്ടി. പക്ഷെ ജയദേവ് സാർ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിരുന്നല്ലോ, ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് വേണമെങ്കിലും പോയാൽ മതി ഇന്റേൺഷിപ്പിനെന്നൊക്കെ. കഴിഞ്ഞിട്ട് വേണമെങ്കിലും പോയാൽ മതി, പക്ഷെ നമ്മളൊരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ഡിലേ ആവുമല്ലേ. എന്നോടും അങ്ങനെ തന്നെ പറഞ്ഞായിരുന്നേ. ഞാൻ സ്റ്റോറി ടെല്ലിങ്ങിന് പോയപ്പോ ഇന്റേൺഷിപ്പിന്റെ കാര്യം ചോദിച്ചപ്പോ അവര് പറഞ്ഞേ, നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് ഫ്രീ ആയിരിക്കുന്ന സമയത്ത് വരൂ എന്നാ പറഞ്ഞത്. കാരണം നമ്മൾക്ക് ഇവിടെയുള്ള എല്ലാ സ്കൂളുകൾക്കും ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും അറിയാം ഇത് കോഴ്സിന്റെ ഒപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്, കോഴ്സ് കഴിഞ്ഞിട്ട് ചെയ്യേണ്ടതല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്തുകൊണ്ട് നിങ്ങൾ കോഴ്സ് കഴിഞ്ഞിട്ട് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ നമുക്കൊരു മറുപടി നമുക്കില്ലല്ലോ. എക്സാം ആയിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ പറയേണ്ടവരും. അതുമല്ല, നിങ്ങളൊന്ന് ഡിലേ ആവും, വീണ്ടും 1 year കഴിഞ്ഞൊരു 1 month കൂടെ ഡിലേ ആവുമല്ലോ. അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. പറ്റുന്നവര് പോവാ, ഇല്ലാത്തവർ അത് കഴിഞ്ഞിട്ട് മതി. ശരിക്കും സ്ട്രക്ചർ അതാണ്, കോഴ്സിന്റെ കൂടെ തന്നെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളതായിരുന്നു. എങ്കിൽ ഞങ്ങൾക്ക് ജൂലൈയിൽ ഒരു സമയം തരാമോ? 15 ദിവസം. അപ്പൊ എല്ലാവർക്കും ഒന്നിച്ച് പോകാൻ പറ്റുമായിരുന്നല്ലോ. അതിന് എത്ര പേരുണ്ട് നിങ്ങളുടെ ബാച്ചില്? ഞങ്ങള് ഇനി ഇന്റേൺഷിപ്പിന് പോവാത്തവരെല്ലാരും തയ്യാറാകും. ഞങ്ങള് എന്താ പറഞ്ഞാൽ എല്ലാരും പോവാണ്ടത് തന്നെയല്ലേ. എല്ലാരും ഡിലേ ആയവരെല്ലാരും കൂടി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് ആ ദിവസം ഒന്ന് എല്ലാരും കൂടി ചെയ്തിട്ട് പോയാൽ എന്താ? ടീച്ചർക്ക് ഓക്കെ ആണെങ്കിൽ, എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ. ഒന്നും പോയിട്ടില്ലെന്ന് തോന്നുന്നു നമ്മുടെ ഇതിന്ന്. ബാക്കി അതിന് ഒരു അങ്ങനെയാണെങ്കിൽ ഏകദേശം ഒരു 10 പേരൊക്കെയാ പോയിട്ടുണ്ടാവുള്ളൂ മിസ്സേ. ഓൾറെഡി പോയല്ലോ. അപ്പൊ പിന്നെ എനിക്ക് തോന്നുന്നില്ല അത് പെർമിറ്റ് ചെയ്യുന്നു. അവര് വെറുതെ ഇരിക്കണ്ടേ, ഇതാണ് അതൊരു പ്രശ്നമുണ്ട്. പിന്നെ അതുമല്ല, ഇപ്പം ബാച്ചുകളൊക്കെ പെട്ടെന്ന്, മീൻസ് അങ്ങനെ പെട്ടെന്നല്ല, അവരുടെ ഡിമാൻഡ് എത്രയും പെട്ടെന്ന് ക്ലാസ് തീർക്കുക എന്നുള്ള ഡിമാൻഡിലാണ് ഇപ്പൊ ഓരോ ബാച്ച്. നിങ്ങളപ്പോ പതുക്കെ മതി എന്നാ പറയുന്നത് അല്ലേ. ഓഗസ്റ്റിന് മുമ്പ് ജൂലൈ പകുതി ആവുമ്പോ നിങ്ങളെ ഇറക്കണം, അതാണ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു ടാർഗറ്റ്. അപ്പൊ സമയം ഞങ്ങളെ വേണ്ടാന്നാണ് ടീച്ചർ പറയണത് അല്ലെ. ഞങ്ങൾ ഔട്ടാക്കാനുള്ള സമയമായിരിക്കുന്നു അല്ലേ? അതല്ല, കാരണം നമ്മൾ എന്താ പറ്റണേന്ന് അറിയോ, നമ്മൾ MT4 പതുക്കെ നോക്കി വരുമ്പോഴേക്കും MT5 പറയും ഞങ്ങൾക്ക് ഇപ്പൊ തന്നെ പാസ്സാവണം, ഇപ്പൊ തന്നെ പരീക്ഷ എഴുതാന്ന് പറയുമ്പോഴേക്കും നമ്മളങ്ങ് സ്ട്രഗിൾ ചെയ്യുക. നമ്മൾക്ക് റിസോഴ്സ് എത്രയുണ്ടോ അതിനനുസരിച്ചുള്ള ഇൻപുട്ട് കൊടുക്കാനല്ലേ പറ്റുള്ളൂ. നമ്മളിപ്പോ പാരലലി എക്സാമുകൾ വരുമ്പോ നമ്മുടെ തന്നെ റിലേ പോകും. ഒരെണ്ണത്തിന്റെ മോഡൽ നടക്കുമ്പോൾ ഒരെണ്ണത്തിന്റെ മെയിൻ നടക്കുന്നു. കേട്ടിട്ടില്ലേ? ഒരിടത്ത് പാലുകാച്ച്, ഒരിടത്ത് ആ ഒരു അവസ്ഥയാണ്. എല്ലാ മോഡലും ഒരേപോലെ അല്ല, എല്ലാവർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും. ഒരേപോലെ അല്ല, വേറെ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കും. കുറെ ഡിഫറൻസ് ഉണ്ടാവും. പിന്നെ ഈ മോണ്ടിസോറി മെത്തേഡിന് എന്ത് പരീക്ഷ, എന്ത് ക്വസ്റ്റ്യൻസ്.
ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കോഴ്സ് നടക്കുമ്പോൾ അതിന്റെ ഒരു ക്രൈറ്റീരിയ ആണ് കേട്ടോ പരീക്ഷകൾ നടത്തുന്നുള്ളത്. അതുകൊണ്ടുള്ള എക്സാംസ്. പിന്നെ മാർക്ക് കിട്ടുമ്പോൾ ഉള്ളൊരു സന്തോഷം. അതൊക്കെയാണ് അതിന്റെ ഒരു മീൻസ് ഒരു കോഴ്സ് നടത്തുമ്പോൾ നമുക്കൊരു ക്രൈറ്റീരിയ വേണമല്ലോ. ആര് ഇതിനകത്ത് കൂടുതൽ എഫേർട്ട് ഇട്ടു എന്നുള്ള അറിയണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് എക്സാംസ് കണ്ടക്ട് ചെയ്തത്. വൈവയിലാണ് ശരിക്കുള്ള റിസൾട്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ മിസ്? അപ്പോ ജൂലൈ പകുതിയോട് കൂടിയായിരിക്കും മെയിൻ എക്സാം എന്ന് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പായിട്ട് മോഡൽ നടത്തില്ലേ? അപ്പൊ ജൂൺ ലാസ്റ്റ് ഒക്കെ ആയിട്ടായിരിക്കോ മോഡൽ വരിക? മോഡൽ എക്സാം കഴിഞ്ഞിട്ട് ഒരു 5 days ഒക്കെ കഴിയുമ്പോഴേക്കും മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യും. നിങ്ങൾ PG സ്റ്റാർട്ട് ചെയ്യല്ലേ? അതും 26 PG സ്റ്റാർട്ട് ചെയ്യും. PG ക്ലാസ്സസ്. ദാറ്റ് മീൻസ് ഇൻ ടുഡേ ഓൺവേർഡ്സ് PG ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുമല്ലേ? അല്ലേ? മോഡൽ എക്സാം കഴിഞ്ഞിട്ടാണോ ടീച്ചർ വൈവയൊക്കെ ഉണ്ടാവുക? അത് മെയിൻ എക്സാം കഴിഞ്ഞിട്ടോ? എക്സാം കഴിഞ്ഞിട്ടാണ്. പക്ഷെ മെയിൻ എക്സാം കഴിയുമ്പോൾ ഡിപ്ലോമ സ്റ്റുഡൻസിന്റെ വൈവ ആദ്യം സ്റ്റാർട്ട് ചെയ്യും. പിന്നെ PGയുടെ മോഡൽ, PGയുടെ മെയിൻ ഉണ്ടാകും. അപ്പൊ PGയുടെ മെയിൻ ആകാറാകുമ്പോഴേക്കും ഡിപ്ലോമ ഹോൾഡേഴ്സ്, ഡിപ്ലോമ സ്റ്റുഡൻസിന്റെ വൈവ ഓൾമോസ്റ്റ് തീരും. PGയുടെ കുട്ടികളുടെ സ്റ്റാർട്ട് ചെയ്യും. കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനും പ്രിപ്പയർ ചെയ്യണം കേട്ടോ. PGയുടെ 2 സബ്ജക്ട് ആണ്. വൈവ PGക്കും ഡിപ്ലോമയ്ക്കും വേറെ വേറെയാണോ? വേറെ വേറെ അല്ല. 5 സെഷൻ, 5 പ്രാക്ടിക്കൽ സെഷനിൽ വരുന്നത്. 5 എണ്ണം കോമൺ ആണ് രണ്ടുപേർക്കും. PGക്ക് ഒരു സെമിനാറും കൂടെ വരും. അങ്ങനെ 6 പ്രാക്ടിക്കൽ സെഷൻ ഉണ്ട്. ഈ 6 സെഷനെ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും PGയുടെ വൈവ. അതിന് 5 സെഷൻ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ഡിപ്ലോമ സ്റ്റുഡൻസിന്റെ വൈവ. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ സെയിം തന്നെ. PGക്ക് ഒരു സെഷൻ എക്സ്ട്രാ വരുന്നേ ഉള്ളൂ. PGയുടെ ലാസ്റ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് PGയുടെ എക്സാം ഉണ്ടല്ലോ, PG ആ 2 സബ്ജക്റ്റിന്റെ എക്സാം ഉണ്ടല്ലോ. മെയിൻ കോമൺ സബ്ജക്ട് കഴിയുമ്പോൾ ഡിപ്ലോമക്കാര് ഫ്രീ ആയില്ലേ? അതുകൊണ്ടാണ് അവരുടെ വൈവ നടത്തുന്നത്. അപ്പൊ മോഡല് കഴിഞ്ഞിട്ട് മെയിൻ എക്സാം കഴിഞ്ഞിട്ട് പിന്നെയാണോ വൈവ നോക്കണം? മോഡൽ കഴിഞ്ഞ് മെയിൻ എക്സാം കഴിഞ്ഞിട്ടാണ് വൈവ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും പെട്ടെന്ന് റെക്കോർഡ്സ് ഒക്കെ ഫിനിഷ് ചെയ്യണം അല്ലേ? കുറച്ച് ടൈമേ ഉള്ളൂ നമുക്ക്. ടീച്ചർ ആദ്യം മുതലേ പറഞ്ഞു ഹറിബറി ആകണ്ട, വേഗം ചെയ്തോ. എന്നിട്ടും ഞങ്ങളത് അങ്ങനെ കൊണ്ടുപോയി. അല്ല, എല്ലാ ബാച്ചിലും കാണുന്നുണ്ട് വൈവ ടൈമിൽ വരുമ്പോ ഒന്നുമില്ല കയ്യില്. നമുക്ക് ഭയങ്കര ഒരു വിഷമം. നമ്മുടെ ഗ്രൂപ്പിൽ ഏകദേശം കുട്ടികളൊക്കെ എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് റെക്കോർഡ് ബുക്ക് മാത്രമാണ് കുറെ പേര് എഴുതാത്തതുള്ളത്. നമുക്ക് മിനിമം ഒരു 36-38 മാർക്ക് 100ൽ എങ്ങനെ കൊടുക്കാൻ തോന്നും? ഒന്നും ചെയ്യാതെ വന്നാലും ചെയ്ത ആളെ നമുക്ക് തമ്മിലൊരു ഡിഫറൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ. വൈവയ്ക്ക് കുട്ടികൾ ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളും കാണിച്ചു കൊടുക്കും. നമ്മൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഓരോ ഐറ്റംസ് ഒക്കെ. അതെല്ലാം കാണിക്കാൻ പറ്റുവാണെങ്കിൽ കാണിക്കണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് വൈവ ചെയ്തപ്പോ ഞാൻ കണ്ട കാഴ്ചകൾ ഞാൻ പറയാം. അവരൊരു റൂമിനകത്ത് കംപ്ലീറ്റ് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് അവര് വീഡിയോ ഫുൾ ഇങ്ങനെ കാണിച്ചു തന്നു. കാരണം അത്രയും കോൺഫിഡന്റ് ആണ്, അത്രയും എഫേർട്ട് എടുത്തപ്പം അവർക്ക് അത് കാണിക്കണം എന്നൊരു ആഗ്രഹം ഉള്ളപ്പോ നമ്മൾ അതിനുള്ള ടൈം കൊടുക്കണമല്ലോ. അല്ലാതെ ഇങ്ങനെ പറയുമ്പം എല്ലാം ഇങ്ങനെ ഒന്നില്ലെങ്കിൽ ബെഡിൽ ഇരിക്കുന്നുണ്ട്, ബെഡിൽ കംപ്ലീറ്റ് എല്ലാം ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ബെഡിൽ നിരത്തി വെച്ചിട്ട്. പിന്നെ എന്റെ ഒരു സംശയം എന്താ പറയുക, വൈവ എന്ന് പറഞ്ഞാൽ എന്താന്ന് എനിക്ക് സത്യം ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല, ഒന്നുമില്ല. ഈ വീഡിയോ കോള് ചെയ്യല, നമ്മളിപ്പോ അറ്റൻഡ് ചെയ്യില്ല, അതേപോലെ വീഡിയോ കോളിൽ അറ്റൻഡ് ചെയ്യല? യെസ്, നമുക്കൊരു ഗൂഗിൾ മീറ്റിന്റെ ലിങ്ക് ഉണ്ടാകും. ആ ലിങ്കില് ഫേസ് ടു ഫേസ് വൈവ അറ്റൻഡ് ചെയ്യുന്ന ട്രെയിനറും മാത്രമേ ഉണ്ടാവുള്ളൂ. 2 പേരേ ഉണ്ടാവുള്ളൂ. 2 പേരേ ഉണ്ടാവുള്ളൂ, അല്ലാതെ കുറെ കുട്ടികളൊന്നും ഉണ്ടാവില്ലേ? ഇല്ല അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് കോൺഫിഡന്റിൽ എന്ത് വേണമെങ്കിലും പറയാലോ ടീച്ചറെ. ഒരാളെ ഫേസ് ചെയ്താൽ മതിയല്ലോ. അല്ല, അങ്ങനെ ആക്ഷൻ സോങ്ങോ എന്ത് വേണമെങ്കിലും കാണിക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ് അല്ലേ കാണുള്ളൂ, ഒരു ടീച്ചറല്ലേ കാണുള്ളൂ. അല്ല സഫിയ, നമ്മൾ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും നമ്മളും ടീച്ചറും മാത്രമേ കേൾക്കുള്ളൂ. നാലാമത് അതാണ് മൂന്നാമത് ഞാൻ ഉദ്ദേശിച്ചത്. റെക്കോർഡിംഗ് ഒന്നും ഇല്ല കേട്ടോ. അല്ല, സഫിയക്ക് എല്ലാ കാര്യങ്ങളും വേഗം ചെയ്യാൻ എല്ലാ കാര്യങ്ങളും വേഗം അപ്ഡേറ്റ് ആയിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇപ്പൊ ആക്ഷൻ സോങ് ആണെങ്കിൽ ഒരു മടി കൂടാണ്ട്. എനിക്ക് തോന്നാണ് എല്ലാവർക്കും പറ്റും. എനിക്ക് ഒന്നുമല്ല. അല്ല, അത് എന്നാലും കുറച്ചും കൂടെ എല്ലാ കാര്യങ്ങളും ഒരു ആക്റ്റീവായിട്ട് ചെയ്യാനേ സഫിയക്ക് പറ്റുന്നുണ്ടല്ലോ. കേട്ടോ, കാരണം എന്താന്ന് വെച്ചാൽ വൈവയ്ക്ക് വരുമ്പോൾ പലരും പറയുന്ന എക്സ്ക്യൂസുകൾ കേൾക്കുമ്പോൾ ഞാൻ ചില കുട്ടികളെ ഓർക്കും, സഫിയ ഉൾപ്പെടെയുള്ള ചിലരെ ഓർക്കും. കാരണം 3 കുട്ടികളുണ്ട് സഫിയക്ക്, റൈറ്റ്?
സോറി 4. 4 കുട്ടികളുണ്ട്. ചെറിയ കുഞ്ഞുൾപ്പെടെ 4 കുട്ടികളുണ്ട്. സഫിയാന്റെ ഇടയിൽ കൂടെ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്നു, സ്റ്റിച്ചിങ് പഠിക്കുന്നു, പഠിപ്പിക്കുന്നു. സഫിയ മോണ്ടിസോറി പഠിക്കുന്നു. ഇപ്പോഴും എന്തോ കോഴ്സും കൂടെ സഫിയ പഠിക്കാൻ ചേർന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ ഇത്രയും ചെയ്തിട്ടാണ് സഫിയ ഇത്ര ക്രിയേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതുപോലെ മിണ്ടാതിരുന്ന് എല്ലാം ചെയ്യണവരും ഉണ്ടാവും കേട്ടോ. സഫിയ പക്ഷെ എല്ലാം പ്രസന്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഞാൻ സഫിയയുടെ കാര്യം പറഞ്ഞത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ തിരക്കുകൾ ഉണ്ടായിട്ടും ചെയ്യുന്നവരുണ്ട്. ഇതൊന്നുമില്ലാതെ ലാസ്റ്റ് മൊമെന്റ് വന്നപ്പോ ഞാൻ ടെൻഷനായി പോയി, എനിക്കത് ചെയ്യാൻ പറ്റിയില്ല. സോ ഡെഫിനറ്റ്ലി ഞാൻ അവിടെ ചെയ്യുന്നവരെയും ചെയ്യാത്തവരെയും തമ്മിൽ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്യും. ചെയ്യുന്നവർക്ക് ഞാൻ മാർക്ക് കൊടുക്കും. ടീച്ചറെ മാത്രമാണോ വരുന്നത് വൈവയ്ക്ക്? എത്ര പേരുണ്ട് അവിടെ? നിങ്ങൾക്ക് എടുക്കുന്ന മോണ്ടിസോറി എടുക്കുന്ന എല്ലാ ടീച്ചേഴ്സും വരും. ഇംഗ്ലീഷ് ഇല്ല, അല്ലാതെ മോണ്ടിസോറിയുടെ ടോപ്പിക് എടുക്കുന്ന എല്ലാ ടീച്ചേഴ്സും വരും. ഡിപ്പെൻസ്, അവരുടെ കൺവീനിയൻസ് അനുസരിച്ച് അവർ ഫ്രീ ആവുന്ന ടൈമില്. അങ്ങനെ എന്താണ് വൈവ എന്നുള്ളത് മനസ്സിലായി ടീച്ചർ. സത്യം പറഞ്ഞ ഇത് എന്താണെന്നുള്ളത് അറിയില്ലായിരുന്നു. MT1 MT2 MT3യുടെ 2 and 3 കമ്പൈൻഡ് കണ്ടോ, മോജായി ഒരുമിച്ചായിരുന്നു. 2 കുറച്ച് കുട്ടികളെ ഉണ്ടായിരുന്നു. അത്രയും പേരുടെ വൈവ കഴിഞ്ഞു. അവരുടെ സർട്ടിഫിക്കറ്റ് കുഴപ്പമില്ല. എന്തോ നമ്മളെ ടീച്ചേഴ്സ് തന്നെ ആയതുകൊണ്ട് കുഴപ്പമില്ല അറിയാം. എപ്പോഴും കാണാനല്ലേ, പുറത്തുനിന്ന് ആരും ഉണ്ടാവില്ലല്ലോ. പുറത്തുനിന്ന് ആരുമില്ല. സാർ അങ്ങനെ വേണ്ടാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് പുറത്തുനിന്നായിരുന്നു. ഭയങ്കര അരഗണ്ടായിരുന്നു മാം. ഞാൻ അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. പക്ഷെ എനിക്കന്ന് നല്ല പനിയായിട്ട്, നിങ്ങൾക്ക് ഇവിടെ പനിയാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടൈം മാറ്റാം, നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആണ്. എനിക്ക് ആ ടൈം അലോട്ട് ചെയ്ത ടൈമിൽ ഞാൻ അവിടെ പ്രസന്റ് ആയിരിക്കണം. 1.5 മണിക്കൂറായിരുന്നു വൈവ. അതില് ഞാനിപ്പോ നിങ്ങളെ കൊണ്ട് മെറ്റീരിയൽസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ലേ, ഞങ്ങൾക്ക് തന്ന എല്ലാ മെറ്റീരിയൽസും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കംപ്ലീറ്റ് ഞാൻ വലിയൊരു ട്രാവലിംഗ് ബാഗിലാണ് കൊണ്ടുപോയത്. കംപ്ലീറ്റ് ഞാൻ ഡിസ്പ്ലേ ചെയ്തു. പക്ഷെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു, എനിക്ക് ശബ്ദം ഉണ്ടായില്ല. ആ മാം എന്റെ മാർക്ക് കുറച്ചു. എനിക്ക് C+ ആയിരുന്നു അതിന് ഗ്രേഡ്. ബാക്കി എല്ലാത്തിനും എയും A+ ഉണ്ടായിരുന്നു. ഈ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നതിൽ ക്രിയേറ്റിവിറ്റി അത് ചെയ്തു. പക്ഷെ എനിക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് ഉള്ള എനർജി ഉണ്ടായില്ല. അവരെനിക്ക് C+ വന്നു. ടീച്ചർ പറഞ്ഞില്ലേ എനിക്ക് പനിയാണെന്നുള്ള കാര്യം? പറഞ്ഞില്ല, കാരണം അതൊന്നും അവരെ ബാധിക്കില്ല. അവരങ്ങനെയായിരുന്നു, അതൊന്നും അവരെ ബാധിക്കില്ലായിരുന്നു. എല്ലാവർക്കും മിസ്സിന്റെ ടീച്ചേഴ്സ് കുറച്ച് സ്ട്രിക്റ്റ് ആണെന്ന് തോന്നുന്നു അല്ലേ മിസ്സേ? എന്റെ ടീച്ചേഴ്സ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് ഞങ്ങൾക്കൊരു ട്രെയിനറേ ഉണ്ടായിരുന്നുള്ളൂ. ഒത്തിരി യങ് ആയിരുന്നു. ഞാൻ പഠിക്കുന്ന സമയത്ത് ഞാൻ 39, ആ കുട്ടി 23 years ഉള്ളതായിരുന്നു. ജസ്റ്റ് ഡിഗ്രി കഴിഞ്ഞ ഒരു ആളായിരുന്നു. അപ്പൊ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില് എന്താ പറയാ ട്രെയിനിങ് കിട്ടി, അല്ലാണ്ട് മോണ്ടിസോറി പഠിച്ച ആളല്ല, ട്രെയിനിങ് കിട്ടി വന്ന് ഞങ്ങൾക്ക് ട്രെയിനിങ് തരുന്ന ഒരാളായിരുന്നു. അത് ആള് ഭയങ്കര ജോലിയൊക്കെ ആയിരുന്നു. പക്ഷെ ആ ഒരു മെച്യൂരിറ്റി, ഏജ് മെച്യൂരിറ്റി ആണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇത്തിരി മെച്യൂരിറ്റി കുറവായിരുന്നു. കാരണം വെച്ചാല് സ്റ്റുഡൻസുമായിട്ട് ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുമായിരുന്നു. ഇപ്പൊ ഒക്കെ ആയിട്ടുണ്ടാവും. ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞൊരു കുട്ടിയൊക്കെ ഉണ്ടായി. ഭയങ്കരമായിട്ട് നല്ല എന്നെക്കാൾ ഏജ് ഉള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു. അത് ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ 4th സ്റ്റാൻഡേർഡ് വരെയുള്ള ഒരു CBSE സ്കൂളിന്റെ പ്രിൻസിപ്പളായി. പക്ഷെ ലാസ്റ്റ് മൊമെന്റ് മാമും ആ കുട്ടിയും തമ്മിൽ ഭയങ്കര വഴക്കായിരുന്നു. ഭയങ്കര ഷൗട്ട് ചെയ്യലൊക്കെയായിരുന്നു ക്ലാസ്സിൽ വെച്ച്. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മാമാണ് ഷൗട്ട് ചെയ്തത്, ആ കുട്ടി ഷൗട്ട് ചെയ്തൊന്നുമില്ല. ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്തു. പിന്നെ ആ കുട്ടിക്ക് എന്ത് ബുദ്ധിമുട്ടായിരുന്നു ബാക്കിയുള്ള ദിവസങ്ങളിൽ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. ആള് നല്ല കാലിബർ ഉള്ള ഒരാളായിരുന്നു. പാട്ട്, ഡാൻസ്, യോഗ ഒക്കെ ഉള്ള ഒരു കുട്ടിയായിരുന്നു. പക്ഷെ മാമും അതും തമ്മിൽ ഭയങ്കര ഒരു ക്ലാഷ് വന്നു. ഭയങ്കര ഇഷ്യൂ ആയി, ഭയങ്കര പ്രശ്നമായി. അത് ആ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടീച്ചിങ് പ്രാക്ടീസിന് പോയ സ്കൂളിൽ തന്നെ അതിനെ പ്രിൻസിപ്പളായിട്ട് ഫസ്റ്റ് ചാൻസിൽ തന്നെ പ്രിൻസിപ്പളായിട്ട് എടുത്തു. അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായി. അപ്പൊ അങ്ങനെ പറയുമായിരുന്നു കാര്യങ്ങൾ. മാമിന്റെ കല്യാണത്തിനൊക്കെ ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. 26 എന്തോ ആയപ്പോഴേക്കും മാരേജ് ഒക്കെ കഴിഞ്ഞു. ഒരു കുട്ടിയുണ്ട് ഇപ്പൊ, ഏതൊരു സ്കൂളിൽ വർക്ക് ചെയ്തു. എന്നെ ഭയങ്കര കാര്യമായിരുന്നു. ഭയങ്കര ഇപ്പോഴും കോണ്ടാക്ട്സ് ഉണ്ട് ഞങ്ങൾ തമ്മിൽ. വേറെ ബാച്ചിൽ ആരുമായിട്ടും ആൾക്ക് കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ഒരു ഇതുണ്ട്. ഒരു ട്രെയിനർ അങ്ങനെ ശരിക്കും ആകാൻ പാടില്ല. ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞു, മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഇരുന്ന വ്യക്തി എങ്ങനെയാണോ അവരെ ആ രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യും. ഞാൻ വൈവയ്ക്ക് പോയപ്പോ എന്റെ മുന്നിൽ വന്ന എക്സ്റ്റേണൽ ഫെസിലിറ്റേറ്ററിനെ ഞാൻ അവരുടെ രീതിക്ക് തന്നെ അക്സെപ്റ്റ് ചെയ്തു. അതുകൊണ്ട് എന്റെ മാർക്ക് കുറഞ്ഞതൊന്നും ഞാൻ അത്ര ബോധർ ചെയ്തിട്ടില്ല. അപ്പൊ അതൊക്കെയാണ് നമ്മൾ പഠിക്കുമ്പോഴുള്ള, നമ്മള്
ഇങ്ങനെ മെത്തേഡ് ഞാൻ ഒരാൾക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഞാൻ അങ്ങനെ ആകാതെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യൂ എന്നെനിക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ മുന്നിൽ വരുന്ന ആൾക്കാർ എനിക്ക് പക്ഷെ ആ മെത്തേഡ് ശരിക്കും കിട്ടിയിട്ടോ. കാരണം എനിക്ക് ഒത്തിരി ചേഞ്ചസ് വന്നു, എന്റെ ലൈഫിൽ ഒത്തിരി ചേഞ്ചസ് വന്നു, പല ചലഞ്ചസ് വന്നപ്പോഴും പിടിച്ചെടുക്കാൻ പറ്റി. ഇതുവരെയും ഒരു എക്സ്റ്റേണൽ സപ്പോർട്ട് വേണം എന്നുള്ള ഒരു സിറ്റുവേഷൻ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. വരുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകും ആരെങ്കിലും ഒക്കെ നമ്മുടെ ചുറ്റും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. അപ്പൊ അത് എനിക്ക് ശരിക്കും മോണ്ടിസോറി മെത്തേഡ് കൊണ്ട് കിട്ടിയതാണ്. പക്ഷെ ഞങ്ങളുടെ ട്രെയിനർ മാം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ഷമ കുറെ പഠിച്ചു അല്ലെ, ക്ഷമിക്കാൻ പഠിച്ചു. തീർച്ചയായിട്ടും. പക്ഷെ ഇതിപ്പം എന്താ ക്ലാസ്സില് പല 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 ബാച്ചിൽ വന്നപ്പോഴും പല ഇൻഡിഫറെന്റ് ആയിട്ട് പെരുമാറിയിട്ടുള്ള കുട്ടികളുണ്ട്. പക്ഷെ അവരൊക്കെ ഓപ്പൺ ആയിട്ടും അല്ലാതെയും ഒക്കെ സോറി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവർക്ക് ആ മെത്തേഡ് ഉള്ളിലേക്ക് വന്നത് കൊണ്ടാണ് സോറി പറയാനുള്ള കറേജ് അവർ കാണിച്ചത്. അതൊക്കെയുണ്ട്. പിന്നെ കുറെ സിറ്റുവേഷൻസ് വന്നപ്പം അവര് നല്ല രീതിയിൽ അതിനെ മാനേജ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മളോട് അവര് ഇൻഡിഫറെന്റ് ആയിട്ട് ആദ്യം പെരുമാറിയെങ്കിലും ഇറ്റ്സ് ഓക്കെ ഫോർ മീ. കുറച്ച് കഴിഞ്ഞപ്പം അവർക്ക് ആ ചേഞ്ച് വന്നല്ലോ. അതാണ് എനിക്ക് കിട്ടിയ ഒരു എന്താ പറയുക, ഒരു അച്ചീവ്മെന്റ് എന്നോ അക്കംപ്ലിഷ്മെന്റ് എന്നൊക്കെ പറയും. അപ്പൊ അതൊക്കെ ഇതിലൂടെയൊക്കെ വരുന്ന കുറെ കാര്യങ്ങളാണ്. അതൊക്കെ നമ്മുടെ മുന്നിൽ വരുന്നവരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. അതൊരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റർക്ക് മാത്രമല്ല, ഒരു ടീച്ചർക്ക് അത് പറ്റണം. ടീച്ചർക്ക് അത് പറ്റിയില്ലെങ്കിൽ അവരെ കൊണ്ട് ആ ഒരു പ്രൊഫഷനേ പറ്റില്ല. എത്രയോ ടീച്ചർമാര് കുട്ടികളെ അങ്ങനെ ഭയങ്കര എന്താ പറയാ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഭയങ്കര വാശിയാണ്, തൻതേടികളാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ടെന്നറിയും. ഒരു ടീച്ചർക്ക് കുട്ടികളെ അവരുടെ രീതിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ആ പ്രൊഫഷനിൽ ഷൈൻ ചെയ്യാൻ പറ്റില്ല. ഷൈൻ ചെയ്യാന്നുള്ളതല്ല, ആ പ്രൊഫഷനിൽ അവർ കമ്മിറ്റഡ് ആകില്ല. അതൊരു പ്രശ്നമാണ്. കുട്ടികളെ അവരെ ആ രീതിയിൽ അക്സെപ്റ്റ് ചെയ്യുക, എന്നിട്ട് അവരെ തിരുത്തേണ്ടത് നമ്മുടെ ഒരു മെത്തേഡ് ഉണ്ടല്ലോ അവരിൽ ചേഞ്ചസ് വരുത്തുന്നേ, ആ രീതിയിൽ വേണം ആ ചേഞ്ചസ് വരാനായിട്ട്. ഇത് പലപ്പോഴും കുട്ടികളുടെ ചില ഇഷ്ടങ്ങൾ, ആഗ്രഹങ്ങൾ പോലും ടീച്ചേഴ്സ് ശ്രദ്ധിക്കാതെ മൈൻഡ് ചെയ്യാതെ അത്ര വാശി പാടില്ലല്ലോ എന്നും പറഞ്ഞിട്ട്, നമുക്കൊരു ആഗ്രഹവും വാശിയും രണ്ടും രണ്ടല്ലേ. അങ്ങനെ പിള്ളേര് വാശി കാണിക്കുന്ന അല്ലേ. ഇപ്പൊ നമ്മുടെ വീട്ടിൽ തന്നെ കുട്ടികളുണ്ട്. ചില കുട്ടികൾ പറയും എനിക്ക് അമ്മ വാരി തന്നാൽ മതി, അല്ലെങ്കിൽ അച്ഛൻ വാരി തന്നാൽ മതി. കുഞ്ഞുങ്ങളല്ലേ, അത് അവരുടെ ആഗ്രഹം, അല്ലാണ്ട് അവരത് വാശി കാണിക്കണല്ലോ. അപ്പൊ അത് മനസ്സിലാക്കാൻ ഒരു എപ്പോഴെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, എപ്പോഴും ഇത് തന്നെയാണ് ആഗ്രഹം. അപ്പൊ എന്താ ചെയ്യാ? പണി തീരെയില്ല മിസ്സേ, പണി തീരെയില്ല. ഒരാള് കഴിഞ്ഞാ ഒരാള് വാരി തന്നാ മതി എന്നാലേ കഴിക്കുള്ളൂ പറയും. ഇപ്പൊ എന്താ ചെയ്യാ? ഇതന്നെ ഒരു പണിയാണ് നമുക്കേ. കുറച്ച് കഴിയുമ്പോ അവർക്ക് മനസ്സിലാവും അമ്മ ഓവർലോഡ് ആവുകയാണല്ലോ, അപ്പൊ നമ്മളൊന്ന് പതുക്കെ മാറാം, അവരൊന്നാവട്ടെ. ഇപ്പൊ കുഞ്ഞുങ്ങളല്ലേ, ചെറുതല്ലേ? ചെറിയ കുട്ടികളല്ല, ചെറുതന്നെ. എന്നാലും 2ാം ക്ലാസ്സിൽ ഇപ്പൊ 2ലേക്ക് പോകണം മോനെ. അവനിക്കും പറയും വാരിത്തരണെന്ന്. LKG പഠിക്കണ്ട, അവളും വാരിത്തരണം. എല്ലാരും ചെറിയ ചെറിയ കുട്ടികൾ തന്നെ ഒറ്റയ്ക്ക് വാരിത്തിന്നുന്ന സമയമാണ് ഇപ്പോ. നമ്മുടെ കുട്ടികൾക്ക് എപ്പോഴും വാരി കൊടുക്കണം. അങ്ങനെ അല്ലെങ്കിൽ അത് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, ഞാൻ എന്തായാലും റെക്കോർഡിന്റെ പറഞ്ഞുതരാം, നിങ്ങൾക്ക് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ട് ജൂണിൽ ഇതിനെപ്പറ്റി ചിന്തിക്കേണ്ട, നമ്മൾ ജൂലൈയിൽ ചിന്തിക്കാൻ നോക്കിയപ്പോൾ നമ്മുടെ പരീക്ഷകൾ വരും. അപ്പൊ അത് കഴിഞ്ഞിട്ട് മതി. എന്തായാലും ഫ്രഷ് അപ്പോയിന്റ്മെന്റ് ഒക്കെ വരുന്നത് ഒന്നുമില്ലെങ്കിൽ അക്കാദമിക് പകുതി ആകുമ്പോ, അല്ലെങ്കിൽ നെക്സ്റ്റ് അക്കാദമിക് ഇയർ ആകുമ്പോഴാണ്. ജോയിൻ ചെയ്ത ടൈമും. അല്ല മിസ്സേ, നമ്മൾ ഈ ടീച്ചിങ് പ്രാക്ടീസ് കഴിഞ്ഞതും നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ജോബ് ഉണ്ടോന്നൊന്നും അന്വേഷിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. അത് കുഴപ്പമില്ല. അത് ഞാൻ പറഞ്ഞ ടീച്ചിങ് പ്രാക്ടീസിന് സെലക്ട് ചെയ്യുന്ന സ്കൂളിന്റെ പ്രൊഫൈല് അതുപോലെ ആയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ അവിടെ തന്നെ വേക്കൻസി ഉണ്ടെങ്കിൽ അവര് ഓക്കെ, ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവർ ഒബ്സർവ് ചെയ്യുമല്ലോ നമ്മൾ എന്തൊക്കെയാ ചെയ്യണത്, എന്താണ് കുട്ടികളിൽ വരുന്ന മാറ്റം. ഡെഫിനറ്റ്ലി അവർ പറയും ഇവിടെ തന്നെ ആയിക്കോളൂ, ഇവിടെ വേക്കൻസി ഉണ്ടെന്ന്. അല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചർ ലീവിന് പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവരുടെ ഇതിലേക്ക് വരും. അല്ലെങ്കിൽ നെക്സ്റ്റ് അക്കാദമിക് ഇയർ ആകുമ്പോൾ നിങ്ങളുടെ CV വാങ്ങിച്ചു വെക്കും, നെക്സ്റ്റ് അക്കാദമിക് ഇയർ ആകുമ്പോൾ ഞങ്ങൾ ഇൻഫോം ചെയ്യും എന്ന് പറയും. അതും ചാൻസസ് ഉണ്ട്. അപ്പൊ അവരെ ഇൻഫോം ചെയ്യുന്നത് നോക്കാതെ നെക്സ്റ്റ് അക്കാദമിക് ഇയറിന്റെ ആ ഒരു വെക്കേഷൻ April May ആകുമ്പോൾ തന്നെ നമ്മൾ അവരെ പോയി ഒന്ന് കോൺടാക്ട് ചെയ്യാം. പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് CV നമ്മുടെ MT3 ഒരു കുട്ടി ചെയ്തത്, അവർക്ക് പിന്നെ ഏപ്രിൽ എക്സാം എല്ലാം കഴിഞ്ഞു. അത് തൊട്ടടുത്ത് വീടിനടുത്തുള്ള സ്കൂളുകളിലേക്കൊക്കെ ചുമ്മാ CV ഒന്ന് കൊടുത്തു. അവിടുന്ന് എൻക്വയറി ഒന്നും വരാനൊന്നും നോക്കിയിരുന്നില്ല, കൊണ്ട് കൊടുത്തു. അപ്പൊ അവര് വിളിച്ചു. ആ കുട്ടി ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടില്ല കേട്ടോ. അതിന് പോകാൻ പറ്റിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
ഓക്കെ ആയി എല്ലാം റെഡിയായി വന്നപ്പോഴേക്കും സ്കൂളുകാർ പറഞ്ഞു അയ്യോ ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പിന്നെ വേറെ സ്കൂൾ അന്വേഷിച്ച് കിട്ടിയപ്പോഴേക്കും ഒത്തിരി ലേറ്റ് ആയി. ആ സമയത്ത് അതിന്റെ കുട്ടികൾ ട്വിൻസ് ആണ്, രണ്ടുപേരും 10th പഠിക്കുന്നത്. 10th എക്സാമിന്റെ ടൈം ആയിരുന്നു. ഞാൻ പറഞ്ഞു അപ്പൊ നമുക്ക് പ്രയോറിറ്റി കുട്ടികളുടെ എക്സാം, കാരണം അച്ഛൻ ഗൾഫിലാണ്, കുട്ടികളുടെ കൂടെ അമ്മ മാത്രമേ ഉള്ളൂ. അവർ തന്നെ പഠിച്ചോളും, പക്ഷെ എന്നാലും ആളുടെ ഒരു പ്രസൻസ്, വെള്ളം അല്ലെങ്കിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ ഒക്കെ ടൈമിൽ എടുത്ത് കൊടുക്കാൻ. മറ്റേത് ടീച്ചിങ് പ്രാക്ടീസിന് പോയി കഴിഞ്ഞാൽ രാവിലെ പോയി വൈകിട്ടല്ലേ വരുള്ളൂ. അത് ഈ എക്സാം ടൈമിലും അതിന്റെ സ്റ്റഡി ലീവിന്റെ ടൈമിലും ആയപ്പോഴേക്കും എന്ത് ചെയ്യണമെന്ന് എന്നോട് ചോദിച്ചു. ലീവ് ഇറ്റ്, ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യേണ്ടാവും. അത് കഴിഞ്ഞ് വൈവയ്ക്ക് വന്നപ്പോ 2 minutes ഞാൻ പോകാത്ത ആളാണല്ലോ, ആളെ കൊണ്ട് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യിച്ചു. പറഞ്ഞത് എന്താണോ അയ്യോ എനിക്ക് പറ്റില്ല എന്നൊന്നും പറഞ്ഞില്ല, ഒരു മടിയും കൂടാതെ ചെയ്തു. സോഫിയ ചെയ്തത് അടുത്തെത്തി എന്ന് തന്നെ പറയാം. ഒരു മടിയും കൂടാതെ ഞാൻ പറഞ്ഞ ആക്ടിവിറ്റി ആള് ചെയ്തു. ഇത് കഴിഞ്ഞ് ഈ CV കൊടുത്തിരുന്ന ഒരു സ്കൂളിൽ നിന്നും വിളിച്ചു, ഒന്ന് വരാമോ എന്ന് ചോദിച്ചിട്ട് വിളിച്ചു. അത് ആ സ്കൂള് നമ്മുടെ യൂസഫ് അലിയുടെ സ്കൂളായിരുന്നു. ലേമർ എന്ന് പറഞ്ഞിട്ട് തൃപ്രയാർ സൈഡിലുള്ള ഒരു സ്കൂളായിരുന്നു. അവിടെ ചെന്നപ്പം വേറെ ആരും ഉണ്ടായിരുന്നില്ല ഇന്റർവ്യൂവിന്. ആളോട് പറഞ്ഞു ഒന്ന് ഡെമോ ക്ലാസ് എടുക്കാമോ എന്ന് ചോദിച്ചു. ക്ലാസ് എടുത്തത് മറ്റേ മാത്സിന്റെ, നിങ്ങളോട് അശ്വതി മിസ്സിന് ഇട്ടില്ലാന്ന് തോന്നുന്നു, ആ മാത്സിന്റെ ഒരു ഈ നമ്പർ ചാർട്ട്, പിക്ചർ ചാർട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് നമ്മളിപ്പോ ചെറിയ KG കുട്ടികൾക്കില്ലേ 1 എന്നുള്ള നമ്പറിൽ ഏതെങ്കിലും ഫ്രൂട്ട് ഒരെണ്ണം, 2 ആകുമ്പോ 2 എണ്ണം, ആ രീതിയിൽ ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കാണിച്ച് ക്ലാസ് എടുത്തു, എന്റെ കുട്ടികളുള്ള പോലെ. അപ്പൊ ഇത് വീഡിയോ എടുക്കാനായിട്ട് അവിടുത്തെ സ്റ്റാഫ് ഒരു പയ്യനുണ്ടായിരുന്നു. ക്ലാസ് കഴിഞ്ഞപ്പോ വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് ആ പയ്യൻ പറഞ്ഞു നല്ല ക്ലാസ് ആയിരുന്നു എന്ന് പറഞ്ഞു. ആൾക്ക് കിട്ടിയൊരു കോംപ്ലിമെന്റ് ആയിരുന്നു. പിന്നെ ഞാൻ സോക്സ് കൊണ്ട് സ്നേക്കിനെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളോടും പറഞ്ഞു എന്ന് എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അപ്പൊ ചെയ്ത എല്ലാമായിട്ടാ പോയത്. ഇതെല്ലാം ക്യാരി ചെയ്യണം എന്നുള്ള മടിയൊന്നും വിചാരിച്ചില്ല, ചെയ്ത സാധനങ്ങളെല്ലാമായിട്ടാ പോയത്. അപ്പൊ ഈ സോക്സ് കണ്ടപ്പോ അവര് പറഞ്ഞു അത് വെച്ചിട്ട് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പൊ ആൾക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് വന്നു. നേരത്തെ പ്ലാൻഡ് ഒന്നും അല്ലല്ലോ, അവര് പെട്ടെന്ന് പറഞ്ഞല്ലേ സോക്സ് സ്നേക്ക് വെച്ചിട്ട് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ തോന്നിയതെന്ന് പറഞ്ഞു. അവർക്കും മനസ്സിലായി ആ സ്പോട്ടിൽ ക്രിയേറ്റ് ചെയ്തതാണെന്ന് മനസ്സിലായി. അങ്ങനെ ആളെ അവിടെ പ്ലേസ് ചെയ്തു. ആള് ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടില്ല, ടീച്ചറായിട്ട് പ്രീവിയസ് എക്സ്പീരിയൻസ് ഇല്ല. ഫസ്റ്റ് സാലറി തന്നെ 15,000, 15. പിന്നെ യൂസഫ് അലിയുടെ സ്കൂളാണല്ലോ, അപ്പൊ അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ്. പിന്നെ നല്ല ഹൈ പ്രൊഫൈൽ സ്കൂൾ തന്നെയാണ്, +2 വരെ ഉണ്ടെന്നാണ് പറഞ്ഞത്. KG-യിലേക്കാണ് ഇപ്പൊ എടുത്തിരിക്കുന്നത്. ഇപ്പം അവിടുത്തെ ഓറിയന്റേഷൻ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടിരിക്കുന്നു, ടീച്ചേഴ്സിനുള്ള ട്രെയിനിങ് സെഷൻ, കപ്പാസിറ്റി ബിൽഡിംഗ്. ഓരോ പ്രാക്ടീസിന് പോകുമ്പോൾ നല്ല സ്കൂൾ നോക്കി സെലക്ട് ചെയ്യുന്നത് നല്ലതാണ് അല്ലെ, കുറച്ച് ബെറ്റർ ആയിട്ടുള്ള സ്കൂള്, സാലറി കൂടുതൽ തരുന്ന സ്കൂളായിട്ട് അല്ലേ. അതെ, അതാണ് നല്ലത്. പിന്നെ നമ്മുടെ ബാച്ചിലെ കുറെ പേര് അങ്ങനെ ചിന്തിക്കാതെ സർവീസ് മനോഭാവത്തോടു കൂടി പോയിട്ടുണ്ട്. അതായത് ബട്ട് സ്കൂളുകളില്ലേ, പിന്നെ ഗവൺമെന്റ് സ്കൂളുകൾ, അവിടെ ഇങ്ങനെയുള്ള റിസോഴ്സ് ഒന്നും അധികം വരാറില്ലല്ലോ. അപ്പൊ അവിടെ എനിക്ക് സർവീസ് ചെയ്യണം, അങ്ങനെ ആ ഒരു മൈൻഡ് സെറ്റിൽ പോയ കുട്ടികളും ഉണ്ട് കേട്ടോ. അങ്ങനെ ചെയ്തവരും ഉണ്ട്. ഇത് രണ്ടും ഒരേ സമയം ചെയ്തവരുണ്ട്. അതായത് ടീച്ചിങ് പ്രാക്ടീസിന് ഒരു സ്കൂള് സെലക്ട് ചെയ്തു, അത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ സർവീസ് എന്നുള്ള രീതിയിലും വേറെ സ്കൂള്, അതുപോലെ ബട്ട് സ്കൂള് പോയി അങ്ങനെയും ചെയ്തവരുണ്ട്. അതൊരു എന്താ പറയാ, അതൊക്കെ നമ്മൾക്ക് ഈ നോർമൽ സ്കൂൾ, സാധാ സ്കൂളൊക്കെ ആകുമ്പോൾ അവിടെ കോൺവെർസേഷൻ കൂടുതലും മലയാളമായിരിക്കും, കുട്ടികൾക്ക് ഇംഗ്ലീഷ് ഒന്നും അധികം അറിയില്ല. പിന്നെ നമ്മൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള സ്കൂളിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി നമ്മൾക്ക് കൂടുതൽ പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ട്. നമ്മൾക്ക് തന്നെ നമ്മളെ കുറച്ച് ഡെവലപ്പ് ചെയ്ത് കുറച്ചൊക്കെ അല്ലെ, ഓരോ ദിവസം നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടല്ലേ പോവാ. അപ്പൊ അത് നല്ലതല്ലേ ടീച്ചർ? അങ്ങനെ എനിക്ക് ഏതങ്ങനെ കൺഫ്യൂഷൻ ആയിട്ടിരിക്കുകയാണ്, ഏതാ ബെറ്റർ? ഇപ്പൊ നമ്മളുടെ ഉദ്ദേശം നമുക്കൊരു ജോബാണ്, മീൻസ് നമുക്ക് ഹൈ പ്രൊഫൈൽ ഒരു ജോബ് ആണെങ്കിൽ സ്കൂൾ അതുപോലെ തന്നെ സെലക്ട് ചെയ്യണം. ഇനി ഈവൻ ദോ അവിടെ വേക്കൻസി ഇല്ലെങ്കിൽ പോലും നമ്മളുടെ CV-യിൽ, ബയോഡേറ്റയിൽ ഞാൻ ഈ സ്കൂളിലാണ് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തതെന്നുള്ളത് നമുക്ക് കാണിക്കാൻ പറ്റുവാണെങ്കിൽ നമ്മൾ വേറൊരിടത്ത് ഇന്റർവ്യൂ പോകും, അവിടെയാണല്ലോ പ്രാക്ടീസ് ചെയ്തത്, അപ്പൊ അതിനനുസരിച്ച് ഒരു എക്സ്പ്ലോറേഷൻ കിട്ടിയിട്ടുണ്ടാകും എന്ന് മനസ്സിലാകും. അപ്പൊ അതിനനുസരിച്ച് സ്കൂളൊന്ന് സെലക്ട് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് അക്കാദമിക് ഇയർ ഒക്കെ ആവുമ്പോഴേക്കും മിക്കവാറും പിന്നെ അവരും ഒരു ആളെ കണ്ടെത്തി മനസ്സിലാക്കി എടുക്കുന്നതിലും അവിടെ പ്രാക്ടീസ് ചെയ്ത ഒരാളെ ആർക്കായിരിക്കും പ്രയോറിറ്റി കൊടുക്കുന്നത്, അതൊക്കെ നോക്കി സെലക്ട് ചെയ്താൽ മതി. ആ ഒരു ചെയ്യുന്ന ദിവസം 15 days ഉള്ളത് മാത്രം ടാർഗറ്റ് ചെയ്ത് പോവാ. അവര് നമ്മളോട് ആവശ്യപ്പെടുവാണ് കുറച്ച് ദിവസം കൂടെ നിൽക്കാമോ, അങ്ങനെയും കുറെ പേര് നിന്നിരുന്നു കേട്ടോ. അതിന് പേയ്മെന്റും കൊടുത്തിട്ടുണ്ടായിരുന്നു.
ടീച്ചിങ് പ്രാക്ടീസ് അല്ലാതെ അവിടെ എക്സ്റ്റെൻഡ് ചെയ്ത ചില കുട്ടികൾക്കൊക്കെ പേയ്മെന്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കണം. എത്ര ദിവസം നമ്മൾ പ്രാക്ടീസിന് ദിവസം എടുക്കണം? 50 10 days to 15 days ആണ്. നിങ്ങൾക്ക് 1 month എനിക്ക് കൂടുതൽ പ്രാക്ടീസ് വേണം, എക്സ്പീരിയൻസ് വേണം എന്ന് പറഞ്ഞ 1, 2, 3 months ഒക്കെ ചെയ്തവരുണ്ട്. ടൈം ഉണ്ടെങ്കിൽ നോ പ്രോബ്ലം. പക്ഷെ മിനിമം ഒരു 10 days അല്ലെങ്കിൽ ഒരു 15 days എങ്കിലും ചെയ്തിരിക്കണം. അപർണ മിസ് പറഞ്ഞത് നിങ്ങൾ 6 months ട്രെയിനിങ് ചെയ്യണം എന്നാണ് പറഞ്ഞത്. അതായത് മിസ്സിന്റെ അഭിപ്രായത്തിൽ 6 months ചെയ്യണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഈ 6 month എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ ഇപ്പൊ പോയി എന്ന് വെച്ചാൽ, ഇപ്പോഴല്ല, ഈ സ്കൂൾ തുറക്കുന്ന സമയത്ത് പോയി എന്ന് വെച്ചാൽ ഞങ്ങളുടെ എക്സാമിനെ ബാധിക്കും, പഠിക്കുന്നത് ഇതെല്ലാം ബാധിക്കില്ലേ? സ്കൂളും സമ്മതിക്കില്ലല്ലോ അങ്ങനെ. അവിടെ ടീച്ചർ ഇല്ലെങ്കിൽ ഓക്കെ, നിങ്ങൾ 6 month ആ ടീച്ചർ മീൻസ് BEdന്റെ കാര്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, അതറിയില്ല. BEdന് 6 month ആണോ? എനിക്കറിയില്ല കേട്ടോ. അങ്ങനെ 1 month അലോഡ് ചെയ്യായിരുന്നു, പക്ഷെ 6 month ഒന്നും ആരും അലോഡ് ചെയ്യില്ല. പിന്നെ അവിടെ ടീച്ചറായിട്ട് വേണമെങ്കിൽ നിയമിക്കുകയാണെങ്കിൽ ഓക്കെ എന്ന് പറയാം. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യൂ, പേയ്മെന്റ് തരാം, അങ്ങനെ പറയുകയാണെങ്കിൽ ഓക്കെ. അല്ലാതെ ശരിക്കും നമ്മുടെ എത്ര ടൈം പോകും? 6 month എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറെ ക്ലാസ് നഷ്ടപ്പെടും, പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല, അവര് കൂടുതൽ വർക്ക് വരും. സ്കൂളുകാർക്ക് അവർക്കൊരു റിസോഴ്സ് കിട്ടുന്നതാ പേയ്മെന്റ് ഒന്നും കൊടുക്കാതെ. എനിക്ക് 6 month ട്രെയിനിങ് വേണമെന്ന് പറയുമ്പോഴേക്കും എന്നാ തിരിക്കട്ടെ എന്ന് അവർ മാക്സിമം നമ്മൾ ഉപയോഗിക്കുക. അതിനിടയ്ക്ക് അവരുടെ ആനുവൽ ഡേയും ആർട്സ് ഇതൊക്കെ വരും, അതിന്റെ കുറെ പണിയും കൂടെ നമുക്ക് തരും. അതൊക്കെ നോക്കി കണ്ട് ചെയ്യാട്ടോ. കാരണം വെച്ചാല് നമ്മളാരെയും പറ്റിക്കരുത്, നമ്മളെ ആരും പറ്റിക്കരുത്. ഒരു ഡൗട്ട്, കോഴ്സ് കഴിഞ്ഞ് ചെയ്യുന്നത് കൊണ്ട് എന്തേലും പ്രശ്നം ഉണ്ടോ? പ്രശ്നമൊന്നുമില്ല. നിങ്ങളുടെ ഒരു ടൈം പീരീഡ് വെച്ചിട്ട് ഓക്കെയാണ്. കാരണം സാധാരണ ഒരു ഫെബ്രുവരിയിലൊക്കെ ജോയിൻ ആയിട്ടുള്ള കുട്ടികൾ അത് ചോദിച്ചപ്പോൾ ഞാൻ അതിനെ അത്ര പ്രൊമോട്ട് ചെയ്തില്ല. കാരണം അവർക്ക് ഫെബ്രുവരിയിൽ കോഴ്സ് കഴിയും, പിന്നെ അധികം സ്കൂൾസ് ടൈം ഒന്നുമില്ല, പിന്നെ അവർ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തപ്പോഴേക്കും അവർക്ക് അപ്ലൈ ചെയ്യാനുള്ളത് ഡിലേ ആകും. അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. ഇവിടെ ടീച്ചിങ് പ്രാക്ടീസിന് പോവാത്തവർക്ക് ജോലി കിട്ടിയിട്ടുണ്ടല്ലോ. നമ്മുടെ പെർഫോമൻസ് ഇപ്പൊ കുറച്ചു മുമ്പ് ഒരു കുട്ടി ഫസ്റ്റ് ബാച്ചിലെയാണ്, ആ കുട്ടിക്ക് കോൺവൊക്കേഷന് വരാൻ പറ്റിയില്ല. അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് അയച്ചു തരില്ലെന്ന് വെച്ചാൽ അതിന് അയച്ചു തരുന്നു. അപ്പൊ നമ്മളെല്ലാ ബാച്ചിലും ഡിപ്ലോമയുടെ ടോപ്പും PGയുടെ ടോപ്പിനും മൊമെന്റോ ഉണ്ട്. ടോപ്പ് ഹയസ്റ്റ് മാർക്ക് കിട്ടിയ ഒരാൾക്ക് ആള് ചോദിച്ചു എനിക്കുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓൾറെഡി അത് കൊടുത്തു കഴിഞ്ഞു. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ആളുടെ വൈവയ്ക്കൊക്കെ മാർക്ക് കുറവാണ്. തിയറിയുടെ മാർക്ക് ഞാൻ നോക്കിയില്ല. ഞാൻ ചോദിച്ചു ടെൻഷൻ ഉണ്ടോ, അത് ആങ്സൈറ്റിയോട് കൂടി ചോദിക്കുന്നു. കാരണം വെച്ചാൽ അത് പ്രഗ്നന്റുമാണ് ആള്, അപ്പൊ നമ്മള് കെയർ ചെയ്യണമല്ലോ. ഞാൻ ചോദിച്ചു ടെൻഷൻ എന്തെങ്കിലും? ഇല്ല മാം, ഞാൻ വിചാരിച്ചു എനിക്കുണ്ടാകും എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞ മോണ്ടിസോറി മെത്തേഡ് എന്ന് പറഞ്ഞാൽ നോ മാർക്സ്, നോ പോയിന്റ്സ്, നോ ഗ്രേഡ്സ്, നോ റിവാർഡ്സ് ആണ്. പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒരു കോഴ്സ് നടത്തുമ്പോൾ അതിൻ്റെതായ ഒരു രീതിയിൽ മാർക്ക് ഒരു ക്രൈറ്റീരിയ, അതിൽ ടോപ്പ് കിട്ടുന്നവരെ ഒന്ന് അപ്രൈസർ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെക്കുറിച്ച് ഓർത്ത് ബോധർ ചെയ്യണ്ടോ. അങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ കൺസേൺ ആണ്. ആ കുട്ടി ടീച്ചിങ് പ്രാക്ടീസ് പോയിട്ടില്ല, കാരണം അതിന് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട്, പ്രഗ്നൻസി റിലേറ്റഡ്. മിസ് ഓൾറെഡി ആതിര മിസ് പറഞ്ഞായിരുന്നു എല്ലാത്തിനും A+ എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കല്ല, ജസ്റ്റ് പാസ് എന്നുള്ള കാര്യം മനസ്സിൽ വിചാരിക്കുക, എക്സാം അറ്റൻഡ് ചെയ്യുക, അങ്ങനെ പറഞ്ഞേക്കുന്നത്. ജസ്റ്റ് പാസ് അല്ല, ഞാൻ റിസൾട്ട് വരുമ്പോ മാർക്ക് നോക്കും. പിന്നെ ഓൺലൈനായിട്ട് എഴുതുന്ന മാർക്കാണ്, കുറെ ലിമിറ്റേഷൻസ് വരും. നമ്മളുടെ കൈ തട്ടാം, ശരിയായ ആൻസർ മാറി തെറ്റായ ആൻസർ വരാം, നമ്മളുടെ ആകെ ടെൻഷൻ കൊണ്ട് ചിലപ്പോൾ സ്ക്രോൾ ചെയ്യുമ്പോൾ അങ്ങനെ വരാം. ആ മാർക്കിനെ പറ്റി ഞാൻ ബോധർ ചെയ്യുന്നില്ല. ഞാൻ വൈവിയിലാണ് ആളെ ശരിക്കും വിലയിരുത്തുന്നത്. അവിടെ എന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന മാർക്ക്, അവിടെ നിങ്ങളുടെ കൈ തട്ടിയൊന്നുമല്ല മാർക്ക് മാറുന്നത്, അവിടെ ഞാനാണല്ലോ ഇടുന്നേ. അപ്പൊ എനിക്കറിയാം ഓരോരുത്തർ എന്താ ചെയ്തേ, എങ്ങനെ ചെയ്തിട്ടുണ്ടോ, ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. 5 റെക്കോർഡ് എഴുതിയിട്ടുണ്ടോ, അതൊക്കെ നമുക്ക് മനസ്സിലാവും. പിന്നെ ട്രൂ ടു യുവർ സെൽഫ്, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ക്ലാസ്സിൽ കയറുന്ന എല്ലാവരും അങ്ങനെയാട്ടോ. അവർക്ക് എന്താണോ അറിയുന്നത് അത് മാത്രമാണ് അവർ പ്രസന്റ് ചെയ്യുന്നത്. അറിയില്ലാത്തത് ഞാൻ ചെയ്തിട്ടില്ല, അതെനിക്ക് അറിയില്ല, എന്താ ചെയ്യേണ്ടത് എന്ന് എനിക്ക് അറിയില്ല, അത് വളരെ ഓപ്പൺ ആയിട്ട് പറയും. ആ ഒരു ഓപ്പൺനെസ്, ആ ഒരു ട്രസ്റ്റ്, അത് മാത്രമേ നോക്കാറുള്ളൂ വൈവയിൽ. നിങ്ങള് പറയാത്ത കുറെ കാര്യങ്ങൾ ചെയ്തു വെച്ചു, അതൊന്നും വൈവയിൽ നമ്മളത് ശ്രദ്ധിക്കാറില്ല. അല്ലെങ്കിൽ അതിന്റെ ഭംഗി ആ പറഞ്ഞ മെത്തേഡിൽ ആണ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവിടെ മാർക്ക് കിട്ടും. ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു നല്ലൊരു ടീച്ചർ വന്നു കേട്ടോ.
10-15 വർഷം എക്സ്പീരിയൻസ് ഉള്ള KG ഒരു ടീച്ചർ. കൊറോണ സമയത്ത് ആ ടീച്ചർ ചെയ്ത ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അത്രയും അപ്രീഷ്യബിൾ ആയിരുന്നു. അത്ര നന്നായിട്ട് ആ ടീച്ചർ കുട്ടികളെ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ കൊറോണ സമയത്ത് കുട്ടികളെ കൂടുതൽ അട്രാക്ട് ചെയ്യുന്ന രീതിയിൽ ആക്ഷൻ സോങ് തന്നെത്താനെ സോങ് ചെയ്ത് ട്യൂൺ ചെയ്ത് നല്ലപോലെ പ്രസന്റ് ചെയ്തു. അപ്പൊ ആ ടീച്ചർക്ക് ആ ഒരു കാലിബർ ഉണ്ട്. കുട്ടികളുടെ അടുത്ത് ആ ടീച്ചർ സേഫ് ആണ്, സെക്യൂർ ആണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ ആള് പറഞ്ഞു ഞാൻ റെക്കോർഡ്സ് ഒന്നും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു റെക്കോർഡ് കഷ്ടപ്പെട്ട എഫേർട്ട് എടുത്ത് എഴുതിയ കുട്ടികളുണ്ട്. അപ്പൊ ഞാൻ എന്താ ടീച്ചർ ചെയ്യണ്ടേ? ഞാൻ ഇവിടെ മാർക്ക് കുറച്ചാൽ ടീച്ചറെ ജോലിയായ ബാധിക്കുമെന്ന് ചോദിച്ചു. ഇല്ല, ഒരു രീതിയിൽ ബാധിക്കില്ല, എനിക്ക് അവിടെ മാർക്ക് വേണ്ടാന്ന് അത് വളരെ ഹാപ്പി ആയിട്ട് എന്നോട് പറഞ്ഞു. ഭയങ്കര കോപ്പറേറ്റീവ് ആയിരുന്നു. അല്ലാതെ മിസ് എനിക്ക് അവിടെ മാർക്ക് ഇട്ട് തരൂ അങ്ങനെയൊന്നും പറഞ്ഞില്ല. മാം അതെന്റെ ജോലിയെ ബാധിക്കില്ല, ഞാൻ 15 years ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നു, പക്ഷെ സർട്ടിഫിക്കറ്റിന്റെ ഒരു ഇഷ്യൂ മാനേജ്മെന്റ് ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് ജോയിൻ ചെയ്തതാണെന്ന് പറഞ്ഞു. ആദ്യം കെൽട്രോണിന്റെ മോണ്ടിസോറി കോഴ്സിനായിരുന്നു ജോയിൻ ചെയ്തത്. പിന്നെ അത് പറ്റുന്നില്ലായിരുന്നു ചെയ്യാൻ. അങ്ങനെയാണ് നമ്മുടെ ഇതിൽ ജോയിൻ ആയത്. പക്ഷെ ആ ടീച്ചറുടെ പ്രസന്റേഷൻ ഭയങ്കര രസമായിരുന്നു. ഞാനിങ്ങനെ നോക്കിയിരുന്നു. ക്ലാസ്സിലെ കുട്ടികളും അത്രയും രസമായിട്ടിരിക്കും ആ ടീച്ചറുടെ അടുത്ത്. അത്ര രസമായിട്ടാണ് ചെയ്തത്. പക്ഷെ അവർക്ക് ഈ പറഞ്ഞ പോലെ അവർ അസൈൻമെന്റിനൊക്കെ ഞാൻ മാർക്ക് കുറച്ചു, റെക്കോർഡിന് മാർക്ക് കുറച്ചു. പക്ഷെ അവരുടെ പെർഫോമൻസ്, വൈവ പെർഫോമൻസ് ടീച്ചിങ് പ്രാക്ടീസ് അതിന് ഞാൻ മാർക്ക് കൊടുത്തു. അപ്പൊ അതൊന്നും 5 റെക്കോർഡിനും കൂടെ എത്ര മാർക്കാ ടോട്ടൽ? 100. എല്ലാത്തിനും നമ്മൾ ചെയ്ത എല്ലാ ആക്ടിവിറ്റീസിനും ചേർത്തിട്ടാണോ 100 അതോ റെക്കോർഡിന് മാത്രമാണോ? റെക്കോർഡ് സെറ്റപ്പ് വന്നിട്ടില്ലേ? പ്രാക്ടിക്കൽസിന്റെയും തിയറിയുടെയും എന്നിട്ടുണ്ട് മിസ്, ക്ലാസ് റൂമിലുണ്ട്. പ്രാക്ടിക്കൽസ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ 100 എവിടെയാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, ഞാനപ്പോ 4th റെക്കോർഡ് പറയാൻ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. സമയം മിസ് വന്നപ്പോ എത്ര പെട്ടെന്നാ പോയത്. എന്തായാലും ആഴ്ചയിൽ 2 ക്ലാസ് ഉണ്ടല്ലോ നിങ്ങൾക്ക്. ഞാൻ നോ പ്രോബ്ലം. ക്ലാസ് കഴിയില്ലെങ്കിൽ നമ്മൾ അഡീഷണൽ ക്ലാസ് എടുക്കും. സംസാരിക്കണം ടീച്ചറെ, സംസാരിച്ചിട്ടില്ലെങ്കിൽ എന്തിനാ പറ്റുക അല്ലേ? ടീച്ചർ സംസാരിക്കുമ്പോ ഒരു രസമാണ്. സമയം പോയതേ അറിഞ്ഞില്ല. ഈ സഫിയ റെക്കോർഡ് പറഞ്ഞ സത്യം എന്നുവെച്ചാൽ Thank you. ജിഷ മിസ്സിന്റെയും അതുപോലെ തന്നെ ആതിര മിസ്സിന്റെയും നല്ല രസം. നമ്മൾ ഇങ്ങനെ ഇരിക്കും കുറേ നേരം. എത്ര വയ്യായികയാണെങ്കിൽ കിടന്നോണ്ടാണെങ്കിലും ക്ലാസ് കൂടും. മിസ്സിന്റെ ക്ലാസ് ഒന്നും ഞാനും അതുപോലെ മിസ് ചെയ്യാറില്ല മിസ്സേ. ആണോ? ഈ ഒരു റെക്കോർഡ്, എല്ലാ റെക്കോർഡും നിങ്ങളെ ടീച്ചിങ് പ്രാക്ടീസിന് വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ ഓർക്കുക, റെക്കോർഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് മാത്രമുള്ളതാ, വേറൊരാൾക്ക് കൊടുക്കരുത്. നമ്മൾക്ക് റെഫർ ചെയ്യാനുള്ളതാണ്. അത് കുഞ്ഞുങ്ങളുടെ മുന്നിലാണെങ്കിലും വെച്ച് കൊടുക്കരുത്. കാരണം എന്താ വെച്ചാല് ഒരു റെക്കോർഡ് ഒരു കുഞ്ഞിനെയല്ലല്ലോ നമുക്ക് കാണിക്കാൻ, ഒരു കുഞ്ഞിനെയല്ലേ കാണിക്കാൻ പറ്റുള്ളൂ, കുറെ പേരെ കാണിക്കാൻ പറ്റില്ല. പക്ഷെ ഇത് നമുക്കൊരു റെഫറൻസാണ്, നമ്മുടെ ഒരു എൻസൈക്ലോപീഡിയ എന്നൊക്കെ പറയണ പോലെ. ഒരു ക്ലാസ് സ്കൂളിലേക്ക് നെക്സ്റ്റ് ഡേ പോകുമ്പോൾ അവർക്ക് എന്ത് ആക്ടിവിറ്റി കൊടുക്കാൻ പറ്റും എന്ന് നമുക്ക് റെഫർ ചെയ്യാനുള്ളതാണ്. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന തീം മാത്രം നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഇതിൽ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് അല്ലാന്ന് തോന്നുന്നത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം, ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നത് ആഡ് ചെയ്യാം. കാരണം റെക്കോർഡിൽ കുറെ പേജസ് ഉണ്ടാകും. ഇപ്പം മോർ ഐഡിയാസ് വരുവാണെങ്കിൽ അതെല്ലാം ആഡ് ചെയ്ത് വെക്കാം. അത് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ദ കോഴ്സ് ആയാലും പ്രോബ്ലം ഇല്ല. നമ്മൾ സൈനും സീനും ചെയ്ത് തന്നാലും നിങ്ങൾക്ക് ആഡ് ചെയ്ത് വെക്കാം. നമ്മളുടെ ഒരു റെഫറൻസ്. അത് എവിടെയും കൊണ്ടുപോയി സബ്മിറ്റ് ചെയ്തോ കൊടുക്കോ വേണ്ട. ഞാൻ നിങ്ങളോടൊരു മാഗസീന്റെ കാര്യം പറഞ്ഞായിരുന്നു. അതിന്റെ പണിയെല്ലാം നടക്കുന്നുണ്ടോ? ഫസ്റ്റ് ബാച്ചുകാർ അത് പ്രകാശനം ചെയ്തു കേട്ടോ കോൺവെക്കേഷൻ സമയത്ത്. ഒന്നും നടന്നിട്ടില്ല, ആരും അതിനു വേണ്ടി ശ്രദ്ധിച്ചിട്ടില്ല. അവര് ലാസ്റ്റ് മൊമെന്റ് അവരോട് പറഞ്ഞത് അവർ ചെയ്തു. കാരണം വെച്ചാൽ അവര് പറഞ്ഞതെന്ന് വെച്ചാൽ റെക്കോർഡ് ബുക്കിൽ എന്തായാലും സ്വന്തമായിട്ടും കഥയും കവിതയൊക്കെ എഴുതി വെച്ചല്ലോ, അതിൽ നിന്ന് എടുത്താൽ പോരെ എന്നാണ് അവര് ചോദിച്ചത്. എനിവേ നോക്കൂ, ഞാൻ അത് നിർബന്ധം പറയുന്നില്ല. നമുക്കൊരു നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് എല്ലാവരും കോളേജുകളിലെ സ്റ്റുഡൻസ് ഒക്കെ ചെയ്യാറില്ലേ മാഗസീൻ, അതുപോലെ നമ്മൾ ഒട്ടും പുറകിലല്ല, ഞങ്ങളും ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് അറിയിക്കാലോ. നമുക്ക് ഇന്റർവ്യൂവിന് പോകുമ്പോഴും പറയാം ഞങ്ങൾ ഇങ്ങനെ മാഗസീൻ ചെയ്തു, അതൊക്കെ പറയാലോ. ഓക്കെ, ഞാൻ എന്റെ റെക്കോർഡ് ഒന്ന് എടുത്തോട്ടെ. അപ്പൊ എനിക്ക് പിക്ചേഴ്സ് കാണിച്ചു തരാനായിട്ട് പറ്റും. ഒരു മിനിറ്റ്. ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു റെക്കോർഡാണ്. സ്റ്റോറിയും റൈമും മാത്രമല്ല ആലോചിച്ചിരുന്ന് അതിന്റെ ഐഡിയാസും
എന്താ പറയുക ഭാവന വളരണം എന്നൊക്കെ പറയുന്നത്. ഫസ്റ്റ് വൺ, ഗീവ് ഫിനിഷിംഗ് ടച്ച് ആൻഡ് കളർ അക്കോർഡിംഗ് ടു യുവർ ഇമാജിനേഷൻ. ഞാനൊരു മിക്കി മൗസിനെയാണ് വരച്ചത്. ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിന്റെ ഒരു ചെവി ഡോട്ടർ ലൈൻസ് ആണ്, കയ്യില് മറ്റേ ഷുഗർ കാൻഡി പോലെ ഇരിക്കുന്നതും ഫുൾ ബോൾഡ് ലൈൻസ് ഇല്ല, കഴുത്തിലെ ബിബും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ബോർഡ് ലൈൻസ് ഇല്ല. ഇതുപോലെ ഏതെങ്കിലും പിക്ചർ വരച്ചിട്ട് ബോർഡ് ലൈൻസ് വരയ്ക്കാതെ ഡോട്ട് ലൈൻസ് അവിടെ ഇവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ട് നമ്മുടെ റെക്കോർഡ് ബുക്കിൽ എഴുതി വെക്കുക. അപ്പൊ ഗീവ് ഫിനിഷിംഗ് ടച്ച് ആൻഡ് കളർ, അതിനുശേഷം കളർ ചെയ്യിക്കുക. ഇത് നമ്മുടെ റെക്കോർഡ് ചെയ്യിക്കണമെന്നോ നമ്മൾ ഇതിന്റെ ആൻസർ ഒന്നും കൂടെ പറയോ? അതായത് ഒരു പിക്ചർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ എടുക്കുക, ആ പിക്ചർ ഇൻകംപ്ലീറ്റ് ആയിട്ട് വരയ്ക്കുക. അതായത് കുറച്ച് ഭാഗം വരയ്ക്കും. അതെ അതെ. അപ്പൊ കുട്ടികൾക്ക് ഉള്ളോട് നമ്മൾ പറയേണ്ടത്, നമ്മളൊരു പിക്ചർ അങ്ങനെ അവർക്ക് കൊടുത്തിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാനും അതിനുശേഷം കളർ ചെയ്യാനും. അപ്പൊ അവര് ഡോട്ടർ ലൈൻസ് എല്ലാം ബോൾഡ് ലൈൻസ് വെച്ചിട്ട് മാർക്ക് ചെയ്യും. പിന്നെ അവർ ഇഷ്ടമുള്ള കളർ എടുത്തിട്ട് അവരത് ചെയ്യും. ഇത് നമ്മുടെ റെക്കോർഡ് ബുക്കിൽ അവരെ കൊണ്ട് ചെയ്യിക്കണമെന്നല്ല. പിന്നെ നമ്മൾ ഇതിന്റെ ആൻസർ നമ്മുടെ റെക്കോർഡ് ബുക്കിലും കൊടുക്കില്ല. നിങ്ങൾക്ക് കളി പേപ്പറൊക്കെ കൊടുത്തിട്ട് അതിൽ ചെയ്യാൻ പറയാം അല്ലെ കുട്ടികളോട്? അതെ. ഇങ്ങനത്തെ എത്ര പിക്ചേഴ്സ് വരയ്ക്കണം നമ്മള്? ഇതിപ്പോ ഒരെണ്ണം മതി. നിങ്ങൾ സ്കൂളിലൊക്കെ പോകുമ്പോ നമ്മള് ഇത് കംപ്ലീറ്റ് ചെയ്യേ കളർ കൊടുക്കുക ഒന്നും വേണ്ട, ജസ്റ്റ് ഇങ്ങനെ വരച്ചത് വെക്കാൻ മതിയോ? നമുക്കൊരു റെഫറൻസ് ആണല്ലോ, ഇങ്ങനെ ഒരു ആക്ടിവിറ്റി കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാം, അത്രേ ഉള്ളൂ. നമ്മൾ ചെയ്യണ്ട. നമുക്ക് മാജിക് പോട്ട് ഒക്കെ വാങ്ങുമ്പോ നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്തല്ലോ, ആൻസർ ചെയ്തല്ലോ വരുന്നേ, കളിക്കുടിക്കയിലൊന്നും. അതെല്ലാം കുട്ടികളല്ലേ ചെയ്യുന്നേ. അപ്പൊ നമ്മൾ ആകെ ക്വസ്റ്റ്യൻ മാത്രം. ഓക്കെ, ഫസ്റ്റ് നെക്സ്റ്റ് വൺ ജസ്റ്റ് നമ്മൾ പിക്ചർ മാത്രം വരച്ചാൽ മാത്രം മതിയോ ഫസ്റ്റ് ആക്ടിവിറ്റി ആയിട്ട്? ഒരു പിക്ചർ ഇൻകംപ്ലീറ്റ് ആയിട്ട് കുറച്ച് ഭാഗത്ത് ഡോട്ട് ഒക്കെ ഇട്ടിട്ട് വരയ്ക്കുക അല്ലേ മിസ്സേ? അതെ. ഓക്കെ, നെക്സ്റ്റ് വേർഡ് പസിൽ. ഈ വേർഡ് പസില് 4 animals hidden in the alphabet shown, trace them. ഞാൻ ഒരു ബോക്സിൽ കുറെ വേർഡ്സ് എഴുതി വെച്ചിട്ടുണ്ട്. ഇതില് 4 animals ഉണ്ട്. നിങ്ങൾക്ക് പുറത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ 4 animals ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. കുറച്ച് ദൂരത്തേക്ക് ബുക്ക് പിടിക്കാം. അതുപോലെ ലെറ്റേഴ്സ് എഴുതാം ബോക്സില്. ഇനി അനിമൽസിന് പകരം ബേർഡ്സ് ആണെങ്കിൽ അതിനനുസരിച്ച് മാറ്റാം. ഡിപ്പെൻഡ്സ്. അപ്പൊ കുട്ടികൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള അനിമൽസ് അല്ലെങ്കിൽ ബേർഡ്സ് സെലക്ട് ചെയ്യാം. ആ ഏജിന് അപ്രോപ്രിയേറ്റ് ആയിട്ട് അവര് കേട്ടിട്ടുള്ളത് അങ്ങനെ. ഓക്കെ മിസ്, അത് ഷഫിൾ ചെയ്തിട്ട് എഴുതിയതാണോ? ഇല്ല, അത് ഷഫിൾ ചെയ്താൽ കറക്റ്റ് ആ വേർഡ് കിട്ടില്ലല്ലോ. ഓക്കെ, ഫസ്റ്റ് വന്നിട്ട് യു എന്നാണോ? അത് ചുമ്മാ ഒരു വേർഡ് അവിടെ വെച്ചത് അവിടെ. അതുകൊണ്ട് നമുക്ക് അനിമൽ ഇല്ലല്ലോ. ഇതിന്റെ ഉള്ളിൽ എവിടേക്കോ അനിമൽ ഉണ്ട്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. സ്പേസ് ഇല്ലാതെ കുറച്ച് അനിമൽസിന്റെ നെയിംസ് എഴുതുക ടീച്ചറെ, അങ്ങനല്ലേ? സ്പേസ് ഇല്ലാതെ കുറച്ച് അനിമൽസിന്റെ നെയിംസ് അങ്ങനെ എഴുതുക, എന്നിട്ട് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറയുക. ആണെങ്കിൽ ആദ്യമൊക്കെ വെറുതെ 1-2 ലെറ്റർ ഒക്കെ വെക്കുക. അപ്പൊ തുടക്കത്തിൽ ഒന്നും നമുക്കില്ല. അല്ലെങ്കിൽ വേണമെങ്കിൽ YAK അവിടെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് അവിടെ ഒരു അനിമലിനെ കിട്ടും. ഡിപ്പെൻസ്. ഇപ്പൊ 4 animals എന്നാ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾക്ക് 5 ആക്കണോ 3 ആക്കണോ അതൊക്കെ ഇറ്റ്സ് അപ് ടു യു. ഈ അനിമൽസിന് പകരം ബേർഡ്സ് ആക്കണോ ഫ്ലവേഴ്സ് ആക്കണോ അങ്ങനെയും ചെയ്യാം. ഫുഡ് ഐറ്റംസ് ആക്കണോ അങ്ങനെ നമുക്കത് മാറ്റി മാറ്റി കൊണ്ടുപോകാം. ഇതിപ്പം റെഫറൻസിന് വേണ്ടിയിട്ട് അനിമൽസ് മാത്രം പറഞ്ഞേ ഉള്ളൂ. നെക്സ്റ്റ് ആക്ടിവിറ്റി എത്ര ചെയ്യണം? ഒരെണ്ണം മതിയോ? ഒരെണ്ണം മതി, എല്ലാം ഒരെണ്ണേ ഉള്ളൂ. അത് കൂടുതൽ നമുക്കൊരു ഐഡിയ കിട്ടാനുള്ള റെഫറൻസ് ആണ് ആ ഒരെണ്ണം. അനിമൽ എന്ന് പറയുമ്പോൾ നമ്മളത് ബേർഡ്സിൽ ചെയ്യും, ഫ്ലവേഴ്സിൽ ചെയ്യും, ഫ്രൂട്ട്സിൽ ചെയ്യും, അല്ലേ? ഫുഡ് ഐറ്റംസിൽ ചെയ്യാം. അങ്ങനെ പല പല രീതിയിൽ ചെയ്യാം. റെക്കോർഡിൽ നമുക്കൊരു റെഫറൻസിന് വേണ്ടിയിട്ട് ഒരെണ്ണം നിങ്ങൾ ചെയ്ത് വെക്കും. എന്താണോ ഇത് ഏത് റെക്കോർഡാണ്? മറ്റേ 2 സൈഡ് വരിയിടാത്ത, അതായത് നോർമൽ ആയിട്ടുള്ള റെക്കോർഡാണോ അതോ രണ്ടും പ്ലെയിൻ ആണെങ്കിൽ നന്നായിരിക്കും. കാരണം നമുക്ക് ഈ റെക്കോർഡിൽ കൂടുതലും പിക്ചേഴ്സാ, എഴുതാനും കാര്യമായിട്ടൊന്നും ഇല്ല. ടീച്ചർ ആകെ ഒരെണ്ണാണ് 2 സൈഡും പ്ലെയിൻ ആയിട്ടില്ലേ വാങ്ങിക്കാൻ പറഞ്ഞത്. അത് 4th-നായിരിക്കും അല്ലേ? അത് 4th-നാണോ? 4th-നാണ് നല്ലത്. ഓക്കെ, നെക്സ്റ്റ്
നമുക്ക് ക്രോസ് വേർഡ് പസിൽ പോലത്തെ ഇതൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും. കുറെ പിക്ചേഴ്സ് ലെഫ്റ്റ് സൈഡിൽ ഒട്ടിച്ചിരിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് അതുപോലെ ഇഷ്ടമുള്ള അനിമൽസിന്റെ അനിമൽസ് മാത്രമല്ലല്ലോ, അനിമൽസ് മാത്രമല്ല, ബോൾ ഉണ്ട്, കീ ഉണ്ട്, കൈറ്റ് ഉണ്ട്, അങ്ങനത്തെ കുറെ സാധനങ്ങളുണ്ട്. പിന്നെ ഐസ് കാണാമോ ക്ലിയർ ആയിട്ട്? കാണുന്നുണ്ട് മിസ്സേ. ഇത് നമ്മള് ലെഫ്റ്റ് സൈഡിലാണ് ഒട്ടിച്ചിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ അതിന്റെ നെയിംസ് വരുന്ന രീതിയിൽ ക്രോസ് വേർഡ് സെറ്റ് ചെയ്യാം. എന്നിട്ട് 1 or 2 മാത്രം അതിനകത്ത് വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്, റൗണ്ട് ചെയ്തിട്ടുണ്ട്, ജിറാഫ് ചെയ്തിട്ടുണ്ട്, കാങ്ക്രൂ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഈ പിക്ചറിൽ കാണുന്നതെല്ലാം ആ ക്രോസ് വേർഡിൽ നോക്കിയിട്ട് സർക്കിൾ ചെയ്ത് റൗണ്ട് ചെയ്ത് പോവാ. മനസ്സിലായോ? ആക്ടിവിറ്റി ആയിട്ട് നമ്മൾ അത് എല്ലാത്തിലും റൗണ്ട് ചെയ്ത് പോകണോ, അതോ ജസ്റ്റ് ഫോർ എക്സാമ്പിൾ 1 or 2 മാത്രം ചെയ്തിട്ട് ബാക്കി കുട്ടികൾക്ക് വിടുക. ഇതിൽ അവരെ കൊണ്ട് ചോദിക്കരുത് കേട്ടോ. നമ്മൾ അവരെ കൊണ്ട് ചെയ്ത് അല്ല മിസ്സേ, ഇത് നമ്മളെ കുട്ടികൾക്ക് കൊടുക്കൊന്നുമില്ലല്ലോ, നമ്മുടെ കയ്യിൽ വെക്കാനുള്ളതല്ലേ. ഇത് നമുക്കൊരു ഡെമോക്ക് വേണ്ടിട്ടല്ലേ നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നത്. അതെ, നിങ്ങൾ കൊണ്ടുപോകുന്ന ഒരു പേപ്പറിലോ ചാർട്ടിലോ ചെയ്തിട്ട് കുട്ടികളെ കൊണ്ട് ഇപ്പം ഒരു 10-12 നെയിംസ് വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 10-12 പിക്ചേഴ്സും അതിന്റെ നെയിംസ് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാലോ. അപ്പൊ എത്ര കുട്ടികളുണ്ടോ അതിനനുസരിച്ച് 2 ഷീറ്റ് ആയിട്ട് കൊണ്ടുപോകുമോ അങ്ങനെ എന്തെങ്കിലും കളിക്കുന്ന ഗെയിമാണത്. അപ്പൊ ഇതൊക്കെ നമുക്ക് ടീച്ചിങ് പ്രാക്ടീസിന് ഭയങ്കര യൂസ്ഫുൾ ആവൂലേ മിസ്സേ? അതെ, അതാ ഞാൻ ഇത് വേഗം പറഞ്ഞുതരാന്ന് വിചാരിച്ചേ. പിന്നെ നമ്മള് കലണ്ടർ ഉണ്ടാക്കുക. നിങ്ങൾ 2025 മിസ്സേ മറ്റേതിന്റെ അകത്ത് എന്ത് പിക്ചർ ഒട്ടിക്കാൻ പറ്റും നമുക്ക്? എനിമൽസോ ബേർഡ്സോ അങ്ങനെ ഒട്ടിക്കാം. അതിനനുസരിച്ച് ക്രോസ് വേർഡ് ഒന്ന് ശരിയാക്കി എടുക്കണമെന്നേ ഉള്ളൂ. അത് കുറച്ച് നമ്മളൊന്ന് ആലോചിച്ച് എത്ര വേർഡ്സ് വരും, എത്ര ലെറ്റേഴ്സ് വരും, എത്ര കോളം വേണം, എത്ര റോ വേണം, അതൊക്കെ നോക്കി അത് മനസ്സിലാക്കി അത് ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് കലണ്ടർ ഉണ്ടാക്കണം. ഞാൻ ഇംഗ്ലീഷ് കലണ്ടർ ആണ് ചെയ്തത്. അപ്പൊ ചില കുട്ടികൾ ചോദിച്ചു, നമുക്ക് സാധാരണ ഇംഗ്ലീഷ് കലണ്ടറിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് കൂടുതൽ ഇംഗ്ലീഷ് കലണ്ടർ ആണല്ലോ, അതില് മലയാള മാസം ഉണ്ട്, അറബിക് ആ ഒരു മന്തും ഉണ്ട്, അതും കൂടെ വച്ചോട്ടെ എന്ന് ചോദിച്ചു. യെസ്, യു ക്യാൻ ഡു. ഞാൻ 2017 എന്റെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നത്. ഞാനിപ്പോ ആ ഒരു കലണ്ടർ ആയിരുന്നു ചെയ്തത്. ഈ കലണ്ടറിൽ ഞാൻ വളരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഡേയ്സ് ഒക്കെ എഴുതി മുകളിൽ ഒരു റെക്ടാങ്കിൾ പോർഷൻ പോലെയുള്ള ഭാഗത്ത് ജനുവരി അതിന്റെ മുകളിൽ എഴുതിയിട്ട് ഇവിടെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കോഡ്സ് എഴുതുക. അങ്ങനെ 12 മന്തിലും നമ്മൾ അങ്ങനെ എഴുതണം. ഫസ്റ്റ് 1 സേ നോ ടു ചൈൽഡ് ലേബർ ആൻഡ് സേ യെസ് ടു ചൈൽഡ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കോൺടാക്ട് ചെയ്ത് മേക്ക് എ ബ്യൂട്ടിഫുൾ കലണ്ടർ ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ചൈൽഡ് ലേബർ ആൻഡ് ചൈൽഡ് ബേക്കിംഗ്. കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷന് മോർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു കലണ്ടർ വേണം നമ്മൾ ചെയ്യാൻ. ഡേയ്സ് ഒന്നും മാറിപ്പോരുത്. 2025 2025 ഡേയ്സ് അനുസരിച്ചുള്ള കലണ്ടർ ആയിരിക്കണം. ക്ലിയർ ആയോ? മാം അതൊന്ന് ഒന്നുകൂടി പറയാം. കലണ്ടർ മേക്ക് ചെയ്യാ, എന്നിട്ട് എന്താണ് ജസ്റ്റ് മുകളിൽ എന്താ ചെയ്തിട്ടുള്ളത്? ഇതാണ് കലണ്ടറിന്റെ ക്വസ്റ്റ്യൻ. അത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഡീറ്റെയിൽസിലുണ്ട്. ഇവിടെ കലണ്ടറിന്റെ ഡേയ്സ് എല്ലാം വന്നു. മുകളിലെ റെക്ടാങ്കിളില് കുട്ടികളുടെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള കോഴ്സ്. മിസ്സേ അതിൽ നമുക്ക് പിക്ചർ വരയ്ക്കാൻ പറ്റും. പിക്ചർ വരയ്ക്കാം. ഞാൻ അത്ര അതാണ് നല്ലതായിട്ട് കുറെ പേര് അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഓരോ മന്തിലും പിക്ചേഴ്സ് കുട്ടികളുടെ നല്ല നല്ല ക്യൂട്ട് ആയിട്ടുള്ള അവർ പഠിക്കുന്നത് അല്ലെങ്കിൽ അവർ ഡാൻസ് ചെയ്യുന്നതോ. നമ്മുടെ സാധാരണ കലണ്ടേഴ്സിൽ വരുന്നതല്ലേ, അപ്പൊ ജനുവരി മാസം മാത്രം അല്ലേ? എല്ലാ മാസവും വേണം, ഡിസംബർ വരെ വേണം. ഫുൾ മന്തും വേണം. അപ്പൊ ഫുൾ മന്ത് വേണം പറയുമ്പോ നമ്മൾ ഓരോരോ പേജ് അതിലുണ്ടാവും. ഇപ്പൊ ഓക്കെ. അപ്പൊ ഫുൾ അബൌട്ട് ചൈൽഡ് അവയർനെസ് ഓഫ് ലേബറും പിന്നെ ബെഗിങ്ങും അല്ലെ? അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് പിന്നെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ചിൽഡ്രൻ ആർ എ വണ്ടർഫുൾ ഗിഫ്റ്റ്. There is a brilliant child locked inside every student. Small hands. ഓരോ മാസവും നമ്മൾ ഒരു സൈഡിൽ ഒരു മാസം, അടുത്ത സൈഡിൽ അടുത്ത മാസം, അങ്ങനെ ഓരോ പേജില് ആദ്യത്തെ പേജില് ജനുവരി, 2ാം പേജില് ഫെബ്രുവരി, അങ്ങനെ പോകും. ഒരു 6 പേജ് വേണ്ടി വരും അല്ലെ നമുക്ക്?
ഞാൻ തീർന്നപ്പോ ലെഫ്റ്റ് സൈഡിലാ തീർന്നത് കലണ്ടർ. അപ്പൊ നമുക്ക് അടുത്ത ആക്ടിവിറ്റി റൈറ്റ് സൈഡിൽ തുടങ്ങാൻ അത്ര സുഖമല്ലല്ലോ, കാരണം റൈറ്റിൽ എഴുതുന്നതിന്റെ ആണല്ലോ ലെഫ്റ്റില് നമ്മൾ സാധാരണ ചെയ്യാറ്. എന്റെ കലണ്ടർ വന്ന് ലെഫ്റ്റില് തീർന്നു. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ റൈറ്റ് സൈഡില് വെറുതെ മോണ്ടിസോറിയുടെ റിപ്പോർട്ട്, കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്ന മോണ്ടിസോറിയുടെ റിപ്പോർട്ട് എഴുതി വെച്ചു. ജിൽന ഒന്ന് മ്യൂട്ട് ചെയ്യാമോ പ്ലീസ്? ഡു നോട്ട് ഇറേസ് ദ ഡിസൈൻ. മിസ്സേ, ഈ കലണ്ടർ ക്രിയേറ്റ് ചെയ്യുക, അതായത് 12 മന്തിന്റെതും, എന്നിട്ട് അതിന്റെ മേലെ ജസ്റ്റ് കുട്ടികളെ അവെയർ ചെയ്ത പോലത്തെ കുറച്ച് തോട്ട്സ് എഴുതാം, അതല്ലേ? അല്ലാതെ കലണ്ടറിനകത്ത് പ്രത്യേകിച്ച് ഒന്നും നോട്ട് എഴുതി വെക്കാനില്ലല്ലോ. ഡേറ്റ് മാറരുത് കറക്റ്റ് ആയിട്ട്. 2025 കലണ്ടർ ഇനി ആയിരിക്കണം, ഡേറ്റ് കറക്റ്റ് ആയിരിക്കണം. ഹോളിഡേസ് വരുന്നത് മാർക്ക് ചെയ്യാം. November 14 ചിൽഡ്രൻസ് ഡേ ഒക്കെ ആണല്ലോ, അതൊക്കെ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. പിന്നെ ഇപ്പൊ ദിവ്യ ആണെന്ന് തോന്നുന്നു ചോദിച്ചത്, പിക്ചേഴ്സ് ഒട്ടിക്കാമെന്ന്, അതും ചെയ്യാം. കുട്ടികളുടെ റിലേറ്റഡ് പിക്ചേഴ്സ് ഒട്ടിക്കാം. എനിക്ക് ഈ കലണ്ടർ തീർന്നത് ലെഫ്റ്റ് സൈഡിലാണ്. റൈറ്റ് സൈഡിലും അടുത്ത ആക്ടിവിറ്റി ഞാൻ എഴുതിയില്ല, അതിന് പകരം മോണ്ടിസോറിയുടെ ഒരു ഫോട്ടോ എഴുതി കംപ്ലീറ്റ് ചെയ്തു ആ വർക്ക്. ഓരോ മാസത്തിലും ഈ ചൈൽഡ് ബെഗിങ് ഉണ്ട്, അതിനെ കുറിച്ച് തന്നെയാണോ എഴുതേണ്ടത്? പ്രൊമോട്ട് ചെയ്യുന്നത് മതി, കുട്ടികളെ പ്രൊമോട്ട് ചെയ്യുന്നത് എന്തായാലും മതി. എല്ലാത്തിനും ചൈൽഡ് ലേബർ അപ്പൊ തന്നെ അതിന് എഗെയിൻസ്റ്റ് ആയല്ലോ. കുട്ടികളെ പ്രൊമോട്ട് ചെയ്യാതെ അവരുടെ എഡ്യൂക്കേഷന് മോർ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അവർക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. പിക്ചറും കോഡ്സും കൂടി മാറി മാറി കൊടുത്താൽ പോരെ? എന്നാലും മതി. നെക്സ്റ്റ് വൺ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു പിക്ചറിനെ നമ്മൾ അവിടെ ഇവിടെ കട്ട് ചെയ്യുക, എന്നിട്ട് ആ പിക്ചറിനെ പല രീതിയിൽ വെക്കുക, കുട്ടികളോട് അത് ജോയിൻ ചെയ്ത് ഒറ്റ പിക്ചർ ആക്കാൻ പറയുക. അപ്പൊ നമുക്കത് ബുക്കിനകത്ത് ചുമ്മാ വെക്കാൻ പറ്റില്ല, പേസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് പോവില്ലേ, വെറുതെ ലൂസായിട്ട് ഇടാൻ പറ്റില്ല. അപ്പൊ അതിനെ പേസ്റ്റ് ചെയ്ത് വെക്കാം. ഞാനിവിടെ ഒരു എലിഫന്റിനെ 4 പീസായിട്ട് കട്ട് ചെയ്തത് പല ഓർഡർ ഇല്ലാതെ വെച്ചു. കുട്ടികളുടെ മുന്നിൽ കൊടുക്കുമ്പോഴേക്കും അവരത് കറക്റ്റ് ആയിട്ട് അവരത് ഓർഡർ വെക്കും. അതും ഒന്ന് മതിയോ മിസ്സേ? ഒരെണ്ണം മതി. ക്ലാസ്സിൽ പോകുമ്പോ ഇഷ്ടംപോലെ കൊണ്ടുപോകാട്ടോ, ഒരു പിക്ചർ നല്ല. നമ്മളെ റെക്കോർഡിൽ നമുക്കത് റെഫറൻസാ. ഇവിടെ ഞാൻ എലിഫന്റ് ചെയ്തെങ്കിൽ ഒരു റാബിറ്റിനെ ചെയ്യാം, ക്യാറ്റിനെ ചെയ്യാം, ലയണിനെ ചെയ്യാം, ഒരു ട്രീ ചെയ്യാം. ഓക്കെ, അങ്ങനെ പല രീതിയിൽ ചെയ്യാം. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വീഡിയോ ഓഫ് ആണോ? എന്റെ കൈ തട്ടി ഓഫ് ആയി പോയതാണേ. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പിക്ചർ തരും. പിക്ചറിന്റെ കോപ്പി ക്യാറ്റ് പോലെ 4 പിക്ചേഴ്സ് ഉണ്ടാവും. പക്ഷേ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട് ഈ 4 പിക്ചേഴ്സിൽ ഒറിജിനൽ പിക്ചറുമായിട്ട്. റാബിറ്റ് പോലെ വരച്ചു, അതിന്റെ താഴെ 4 എണ്ണം ഉണ്ട്, പക്ഷെ ഇവ തമ്മിൽ വ്യത്യാസമുണ്ട്. ആ ഡിഫറൻസസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഈ ആക്ടിവിറ്റി. അപ്പൊ നോക്കുമ്പോ അതിന്റെ നമ്മള് ബുക്സിൽ കാണല്ലോ ഐഡന്റിഫൈ ദ ഡിഫറൻസ് എന്നും പറഞ്ഞിട്ട്. ചിലത് തമ്മിൽ വാലിലായിരിക്കും വ്യത്യാസം, പിന്നെ മുസ്താഷിലെ ആ ഒരു ഹെയർ ചിലത് 2 എണ്ണം, ചിലത് 3 എണ്ണം, ചിലത് 4 എണ്ണം, ചെവിയില് വ്യത്യാസം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും, കാലിലെ വ്യത്യാസം. അതൊക്കെ നോക്കി കുട്ടികൾ കണ്ടുപിടിക്കുക. മിസ് ഇത് വരച്ചതാണോ അതോ ഒട്ടിച്ചതോ? ഇത് ഞാൻ ട്രേസ് ചെയ്തതാ. കുട്ടികൾ എനിക്ക് വരച്ചു തന്നു, ഞാൻ അത് ഇതിനകത്തേക്ക് ട്രേസ് ചെയ്തു. എന്റെ മക്കൾ ഇത് നമുക്ക് ഒട്ടിക്കാവോ പിക്ചർ? ഒട്ടിക്കാം. പിന്നെ നമുക്ക് അത്യാവശ്യം പ്രോപ്പർട്ടീസ് ഉള്ള ഒരു പിക്ചർ വരച്ച് കുട്ടികളെ കാണിച്ചിട്ട് അവരോടൊരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറയാം. ഇതിന് അത്യാവശ്യം കാര്യങ്ങളുണ്ട്. ഒരു കുട്ടിയുണ്ട്, സൺ ഉണ്ട്, ട്രീ ഉണ്ട്, ബേർഡ് ഉണ്ട്, സ്ക്യൂറൽ ഉണ്ട്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും കുറച്ചധികം സംഭവങ്ങൾ വരുന്ന കളർഫുൾ ആയിട്ടൊരു പിക്ചർ കുട്ടികളുടെ മുന്നിലേക്ക് കാണിക്കുക. സ്റ്റിക്ക് ചെയ്യാം അല്ലെങ്കിൽ ഡ്രോ ചെയ്യുകയും ചെയ്യാല്ലേ നമുക്ക്? കളർഫുൾ ആക്കുക. അതില് നമ്മൾ പിക്ചർ മാത്രം ഒട്ടിച്ചാൽ മതിയോ? നമ്മളെ റെക്കോർഡില് നമ്മൾ പിക്ചർ മാത്രം മതിയോ? ഒട്ടിച്ചാൽ മതി. സ്റ്റോറി പറയാനുള്ള ജോലി കുഞ്ഞുങ്ങൾക്കാണ്. ഓക്കെ, ബട്ട് നമുക്ക് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റണം. സ്റ്റാർട്ട് ചെയ്ത് എവിടെയെങ്കിലും വെച്ചൊന്ന് ബ്ലോക്ക് ആവുകയാണെങ്കിൽ നമ്മളൊരു ചെറിയ ഹിന്റ് ഇട്ട് കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോകണം. അതൊക്കെ നമ്മുടെ ഒരു പൊട്ടൻഷ്യൽ പോലെ ഇരിക്കും. നെക്സ്റ്റ് റിവേഴ്സ് കളറിങ്. കുട്ടികളുടെ ഇമാജിനേഷൻ അനുസരിച്ച് ഇവിടെ ഞാനൊരു ബട്ടർഫ്ലൈ ആണ് വരച്ചിരിക്കുന്നത്. വൈറ്റ് പാർട്ട് മാത്രം കളർ ചെയ്യുക, ബാക്കിയുള്ള ഭാഗമൊക്കെ ഡാർക്ക് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരു കുട്ടി നേച്ചറിൽ ഒരു ബട്ടർഫ്ലൈയെ കണ്ടിട്ടുണ്ടെങ്കിൽ, അവൻ നല്ല രീതിയിൽ ഒബ്സർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്കറിയാം ലെഫ്റ്റും റൈറ്റും സിമെട്രിക്കലാണ്, അല്ലെ? അപ്പൊ കുട്ടി ഇങ്ങനെ കളർ ചെയ്യും, ഈ കളർ കൊടുക്കുന്നൊന്നും നമ്മൾ പറയണ്ട. അവൻ എങ്ങനെ കളർ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് ഒബ്സർവ് ചെയ്യാം. അവൻ ലെഫ്റ്റും റൈറ്റും സിമെട്രിക്കൽ ആയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അവന്റെ ഒബ്സർവേഷൻ നമുക്ക് മനസ്സിലാവും അവൻ ബട്ടർഫ്ലൈ
ബട്ടർഫ്ലൈയെ കണ്ടിട്ടുണ്ട്. ബട്ടർഫ്ലൈയുടെ ലെഫ്റ്റും റൈറ്റും ഇങ്ങനെ ഒരേപോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ രീതിയിൽ എന്തും ഒരു ഫ്ലവർ ആണ് കൊടുക്കുന്നതെങ്കിൽ 5 പെറ്റലിലും 5 കളർ ചെയ്ത് വെക്കണമെങ്കിൽ അവന്റെ ഇമാജിനേഷൻ അതാണ്. ബട്ട് അവൻ ഫ്ലവറിനെ നല്ലപോലെ ഒബ്സർവ് ചെയ്തിട്ട് അവന്റെ വീട്ടിലുള്ള ഫ്ലവറിന് ഒരേ കളറാണ്. ദെൻ അവൻ എല്ലാ പെറ്റലിലും, അപ്പൊ അത് നമുക്ക് അവരുടെ ഒരു ഒബ്സർവേഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നേച്ചറുമായിട്ട് അവർ എത്രത്തോളം കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ അവരുടെ ഇമാജിനേഷൻ, അവരുടെ ക്രിയേറ്റിവിറ്റി, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്കറിയാം പിക്ചേഴ്സ് വരയ്ക്കാനുള്ള ഈസി മെത്തേഡ്സ്. ഞാൻ ഇവിടെ ഒരു ടെഡി ബെയറിനെയാണ് വരച്ചത്. ആദ്യം ഒരു സർക്കിൾ വരച്ചു, പിന്നെ ചെവി വരച്ചു, കണ്ണും വായ മൂക്ക്, പിന്നെ കയ്യ് കാല് അങ്ങനെയൊക്കെ വരച്ച് ഒരു 6 സ്റ്റെപ്പ് ആയപ്പോഴേക്കും ടെഡി ബെയർ കംപ്ലീറ്റ് ആയി. അങ്ങനെ ഈസി ആയിട്ടുള്ള എന്തോ 9th ആണോ പറയുന്നത്? ഞാൻ എന്റെ റെക്കോർഡിന്റെ ഓർഡറിൽ പറഞ്ഞു പോവാണ്, നിങ്ങൾ മതി. പിന്നെ നെക്സ്റ്റ് വൺ, ഒരു പിക്ചർ കംപ്ലീറ്റ് ആണ്. ആ പിക്ചർ നോക്കിയിട്ട് അതേ വലുപ്പത്തിലുള്ള റെക്ടാങ്കിൾ ഇപ്പുറത്ത് വെച്ചിട്ടുണ്ട്, അതിലത് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇതൊരു പിക്ചർ പോലെ കോപ്പി ചെയ്യാൻ വേണ്ടി പറയാ, നമ്മളൊന്ന് വരച്ചിട്ട് അതേപോലെ വരയ്ക്കുമെന്ന് പറയാ അല്ലെ? അതെ. നെക്സ്റ്റ് ഏതെങ്കിലും ഒരു പിക്ചർ കൊടുക്കുക, കളർ ചെയ്യുക. ക്രയോൺസ്, അത് ഓയിൽ പെസ്റ്റൽസ് ആയിരിക്കും കുറച്ചുകൂടെ നല്ലത്. സ്മഡ്ജ് ചെയ്യില്ല. അത് നമുക്ക് ഇങ്ങനെ സ്ക്രൈബർ വെച്ചിട്ട് ഇങ്ങനെ മാറ്റി അതിന്റെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നൊക്കെ മാറ്റാണ്. പിന്നെ ഓഡ് വൺ കണ്ടുപിടിക്കുക. ഇതൊക്കെ പെൻസിൽ വെച്ച് ഫ്രീ ഹാൻഡ് വരച്ചതാണ്. ഇതിന് നമുക്കറിയാം. ഇതിന് തൊട്ട് മുമ്പ് എന്താ മിസ് കാണിച്ചത്? ഒരു പിക്ചർ വരച്ച് കളർ ചെയ്യാൻ പറയേ? ഏതെങ്കിലും ഒരു പിക്ചർ നമ്മൾ കളർ ചെയ്യണോ? നമ്മൾ ചെയ്യണ്ട, അതൊക്കെ കുട്ടികൾക്ക് കൊടുക്കേണ്ട ആക്ടിവിറ്റീസ് ആണ്. പിന്നെ ഓഡ് വൺ കണ്ടുപിടിക്കും. അപ്പൊ മിസ്സേ ഇത് ഒരു സൈഡിലല്ലേ ഇങ്ങനെ ചെയ്യുള്ളൂ, അപ്പൊ മറ്റേ സൈഡിൽ എന്താ ചെയ്തിട്ടുള്ളത്? മറ്റേ സൈഡിൽ ഒന്നും ചെയ്യണ്ട, ബ്ലാങ്ക് ആയിട്ട് ഇവിടെ. നിങ്ങൾക്ക് ഇത് തന്നെ ഒരെണ്ണം കൂടെ ഇപ്പുറത്ത് വരയ്ക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പുറത്ത് ഒരെണ്ണം കൂടെ വരച്ചോ. ഒരു വേറെ 2 പിക്ചർ വേണമെങ്കിൽ വരച്ച് വെക്കാലോ അല്ലെ, ബ്ലാങ്ക് ആയി കിടക്കുന്നതിന് പകരം. ഇനി നമുക്ക് സ്റ്റെൻസിൽ പോലത്തെ ആൽഫബറ്റ്സ് കിട്ടില്ലേ? ഓക്കെ. അതിനകത്ത് കളർ ചെയ്യാം. അത് നമ്മൾ ട്രേസ് ചെയ്ത് വെച്ചിട്ട് കുട്ടികളെ കൊണ്ട് കളർ ചെയ്യിക്കാം. അവർക്ക് ആ ട്രേസിങ് അത് കിട്ടാൻ വേണ്ടിയിട്ട്. നോർമൽ ആൽഫബറ്റ്സും ഡിജിറ്റ്സും ഉണ്ട്. പിന്നെ ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഷോ ദ വേ. ആ പപ്പിക്ക് അതിന്റെ വീട് കിണറിലേക്ക് എത്താനായിട്ടുള്ളത് ആ വേ ഒക്കെ ഞാൻ വെറുതെ തോന്നിയ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വരച്ചു, ഒരെണ്ണം ഓപ്പൺ ആക്കി വെച്ചു, ബാക്കി ഭാഗത്തൊക്കെ ക്ലോസ്ഡ് ആക്കി. ആ സമയം വരും. അത് രണ്ടും ഒട്ടിച്ചതാണേ. പിക്ചേഴ്സ് കട്ട് ഈ ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞില്ലേ മിസ്സേ, ആൽഫബറ്റ്സിന്റെ കൂടെ തന്നെ നമ്പേഴ്സ്, അത് രണ്ടും ഒരേ പേജിൽ ചെയ്യേണ്ടാണോ, അത് സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ ആണോ? ഒറ്റ ക്വസ്റ്റ്യൻ ആയിരുന്നു തോന്നുന്നു അല്ലെ? ഒറ്റ ക്വസ്റ്റ്യൻ. നോർമൽ ആൽഫബറ്റ്സ് ആൻഡ് ഡിജിറ്റ്സ്. ലെഫ്റ്റ് റൈറ്റ് വേണമെങ്കിൽ എഴുതാം. ഷോ ദ വേ. ഇതിന് തൊട്ട് മുമ്പ് എന്താ പറഞ്ഞത്? പിക്ചർ വരച്ച് കളർ കൊടുക്കാൻ പറഞ്ഞല്ലേ, അത് കഴിഞ്ഞത് എന്താ പറഞ്ഞ? ഫൈൻഡ് ഓഡ് വൺ ഇല്ലേ, അതുകൊണ്ട് പറയും സർ. ഓഡ് വൺ. ഇവിടെ എനിക്ക് സോപ്പ്, ബക്കറ്റ്, ടവൽ, പിന്നെ അതിന്റെ കൂടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ട്ബുക്ക്. അപ്പൊ അതൊരു കുഞ്ഞു മനസ്സിന് പെട്ടെന്ന് മനസ്സിലാക്കുന്ന രീതിയിലായിരുന്നു കേട്ടോ. നമ്മളിപ്പോ ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വെക്കരുത്. അവർക്ക് ഓരോന്ന് ചെയ്ത് കൂടി വരയ്ക്കണം അല്ലെ, അപ്പോഴാണ് കുട്ടികള് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുക. അല്ലെങ്കിൽ നമുക്ക് മെറ്റീരിയൽസ് കൊണ്ടുപോകാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണെങ്കിൽ കൊണ്ടുപോകാം. വെജിറ്റബിൾസും ഫ്രൂട്ട്സും പെൻസിൽ അങ്ങനെ ബോർഡിൽ വരച്ചിട്ട് വേണമെങ്കിലും നമുക്ക് കുട്ടികളുടെ അടുത്ത് ചോദിക്കാലോ അല്ലെ. നമുക്ക് ക്രിയേറ്റിവിറ്റി കൂടുതലാണെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. വരയ്ക്കാൻ അറിയാത്തവരൊക്കെ ആണെങ്കിൽ നമ്മൾ ഇതുപോലെ മെറ്റീരിയൽസ് നമുക്ക് വാങ്ങാൻ കിട്ടുമല്ലോ അല്ലെ, ഫ്രൂട്ട്സിന്റെ, വെജിറ്റബിൾസിന്റെ, അങ്ങനെയൊക്കെ. അതും പെൻസിലും ബുക്കും എല്ലാം കൂടെ വെച്ചിട്ട് അതും ചെയ്യിക്കാം. മെമ്മറി ഗെയിം ചെയ്യിക്കാം. 6 ഐറ്റംസ് വെച്ചിട്ട് കുട്ടിയെ കാണിക്കുക, കണ്ണടച്ചിട്ട് പറയാൻ പറയാം. അതൊക്കെ നിങ്ങൾ ചെയ്യിക്കാം കേട്ടോ. ബ്രെയിൻ ഡെവലപ്മെന്റിന് ഏറ്റവും നല്ലതാണ്. പിന്നെ ഇതുപോലെ ആൽഫബറ്റ്സ് വെച്ചിട്ട് അതിന്റെ ബാക്കി സർഫസ് മുഴുവനും പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്തു, എന്നിട്ട് റിവേഴ്സ് കളറിങ്. അപ്പൊ അത് ഹൈലൈറ്റഡ് ആയിട്ട് വരും കളർ ചെയ്യുമ്പോൾ. കുട്ടിയുടെ ബ്രെയിനിലേക്ക് പെട്ടെന്ന് ആ ലെറ്റേഴ്സ് ഇംപ്രഷൻ വരും ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് കൊടുക്കുമ്പോൾ. സ്കെച്ച് പെൻ യൂസ് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. ബട്ട് നിങ്ങൾക്ക് സ്കെച്ച് പെൻ ഓക്കെ അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം. കാരണം സ്കെച്ച് പെൻ യൂസ് ചെയ്യുമ്പോൾ ബാക്ക് സൈഡ് സ്മഡ്ജ് ചെയ്ത് വരും. അപ്പൊ അത്
ചില നല്ല സ്കെച്ച് പെൻ ക്വാളിറ്റി ഉള്ളതുണ്ട്, അങ്ങനെ വരുന്നില്ല എന്നൊക്കെ ഏതോ ക്ലാസ്സിലാരോ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടു. ക്ലാസ്സിലൊന്നും അറിയില്ല. ക്രയോൺ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, ഓയിൽ പേസ്റ്റർ കൊണ്ട്. ഓയിൽ ക്രയോൺസ് കൊണ്ട് ചെയ്താൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ പിന്നീട് എഴുതുമ്പോ നമ്മൾ എഴുത്തിന്റെ കട്ടി കൂടുന്നതിനനുസരിച്ച് അപ്പുറത്തെ പേജിലേക്ക് അതിങ്ങനെ അതിന്റെ ഇതിൽ വന്നുകൊണ്ടിരിക്കും. അല്ല, ഓയിൽ പേസ്റ്റർ ചെയ്യുമ്പോ അങ്ങനെ ആവില്ലല്ലോ. പെൻസിൽസ് ഓയിൽ പേസ്റ്റൽസിന് അങ്ങനെ വരില്ല തോന്നുന്നു. അതിങ്ങനെ നമ്മൾ ചുരണ്ടി കളയുമല്ലോ. മിസ് പെൻസിൽ കൊണ്ടാണോ ചെയ്തിരിക്കുന്നത്? പെൻസിൽ കൊണ്ട് ചെയ്തത്? പെൻസിൽ വെച്ചിട്ടാണ് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ലെറ്റേഴ്സ് അല്ലാത്ത ഭാഗം എല്ലാം മറ്റേ ഷെയ്ഡിങ് പെൻസിൽ ഉണ്ടല്ലോ, അതുകൊണ്ടാണോ? അതുകൊണ്ടാ ചെയ്തിരിക്കുന്നത്. പിന്നെ കറക്റ്റ് ഷാഡോ കണ്ടുപിടിക്കുക. മുകളിലത്തെ കൈറ്റ് കണ്ടോ, അതിന്റെ ഷാഡോ ആണ് താഴെ 3 അതൊന്ന് കറക്റ്റ് നോക്കി കണ്ടുപിടിക്കും. ഇതൊക്കെ നമുക്ക് വരയ്ക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. പിന്നെ മുകളിലെ 3 പിക്ചേഴ്സ് സോറി ടീച്ചറെ, മുമ്പത്തെ ഒന്ന് കാണിക്കുമോ? ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കാനാണ്. ഷാഡോ കണ്ടുപിടിക്കുക. ഓക്കെ, ഇപ്പൊ അങ്ങനെ ഉണ്ടാവും, പിന്നെ കുറച്ച് കഴിയുമ്പോ മറക്കും. അതാണ്. സഫി അതൊക്കെ ഒന്ന് ഗ്രൂപ്പിൽ ഇടണേ. നെക്സ്റ്റ് 3 ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം കേട്ടോ. 2 ബേർഡും 1 ഫിഷും ആണ് വെച്ചിരിക്കുന്നത്. അതിന്റെ ഏതോ ഒന്നിന്റെ ബോഡി പാർട്സ് താഴെയുണ്ട്, മാച്ച് ചെയ്യും. അത് ബേർഡ് തന്നെ ആവണമെന്നില്ല, അനിമൽസ് ആകാം, അങ്ങനെ എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പിന്നെ അതെന്തായിരുന്നു മിസ്സേ? എന്ത് സംഭവം പറഞ്ഞ ഒന്നുകൂടി പറയാം. എന്തായിരിക്കും? മുകളിൽ 3 പിക്ചേഴ്സ് കൊടുത്തിരിക്കുന്നുണ്ടാവും. അതിന്റെ താഴെ ഏതോ ഒരു ബേർഡിന്റെ അല്ലെങ്കിൽ ഏതോ ഒരു സ്പീഷീസിന്റെ ബോഡി പാർട്ട് ഉണ്ട്, അത് കണ്ടുപിടിക്കും. ആ താഴത്തെ 3 പിക്ചർ ഇല്ലേ, അതാണോ അതിന്റെ ബോഡി പാർട്സിലുള്ളത്? കാലിന്റെ ഭാഗമാണ്. അപ്പൊ നമുക്ക് എന്തായാലും ഫിഷിന്റെ ആണ് മനസ്സിലാക്കുക, ബേർഡിന്റെ ആണ്. അപ്പൊ ഏത് ബേർഡാന്ന് നോക്കണം. ഇച്ചിരി കോംപ്ലിക്കേഷൻസ് ആയിരിക്കും നമുക്ക്. ഇത് ടീച്ചർ എങ്ങനെയാണ് അപ്പൊ ഈ പിക്ചർ സംഘടിപ്പിച്ച്? ബുക്കുന്നാ? ഇത് കുട്ടികളുടെ ബുക്കിൽ നിന്നാന്ന് തോന്നുന്നു. ഏതാന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ എനിക്കൊരു കുട്ടികളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്നോ അങ്ങനെ എന്തോ ആക്ടിവിറ്റി അവർക്ക് ഉണ്ടായിരുന്നു എന്നാണ് എന്റെ ഒരു ഓർമ്മ. ഇത് നമ്മള് ഫ്രൂട്ട്സ് പറ്റില്ല, അനിമൽസിന്റെ തന്നെ പറ്റുള്ളൂ അല്ലെ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്? അല്ലെങ്കിൽ വേറെന്താ പറ്റുക? വേറൊന്നും പറ്റില്ലല്ലോ. ബോഡി പാർട്സ് വെച്ച് നോക്കുമ്പോ അതല്ലേ പറ്റുള്ളൂ. അതെ, അനിമൽസേ പറ്റുള്ളൂ. പിന്നെ ഇത് ഒരു പിക്ചർ. ആ പിക്ചറിനെ 4ആയിട്ട് അതിനേക്കാൾ വലിയൊരു ബോക്സിലേക്ക് അതിനെ വരയ്ക്കുക. 4 പാർട്സ് ആയിട്ട് അതിനെ ആക്കി ആ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചിട്ട് അവർ ഓരോ ചെറിയ ചെറിയ സ്ക്വയറിൽ ഏത് ഭാഗം വരും എന്നുള്ള രീതിയിൽ അവരത് വരച്ചു. അതുപോലുള്ള പിക്ചർ സെലക്ട് ചെയ്തു. ഇങ്ങനെ ചെയ്യാൻ പറ്റിയ വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ടീച്ചറെ? ഈ പിക്ചർ അല്ലാതെ വേറെ എങ്ങനെയെങ്കിലും? മറക്കേ പറ്റുള്ളൂ, വേറെ പറ്റുമോ? ഒരു ബോക്സിന്റെ ഉള്ളില് വരയ്ക്കാൻ പറ്റണതാ? അതെ അതെ, 4 ബോക്സ്. അതായത് ആ പിക്ചറിനെ 4 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എളുപ്പമായിട്ട് വരയ്ക്കാൻ പറ്റും, മെഷർമെന്റ് കറക്റ്റ് നോക്കിയിട്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തെങ്കിലും ഒരു പിക്ചർ, ഇതിപ്പോ ഒരു ഫ്ലവർ വേസിൽ ഇരിക്കുന്ന പോലെ ഫ്ലവർ വെച്ചിരിക്കുന്നത്, അതിൽ നമ്പേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലെ നമ്പറിന്റെ നേരെ കളേഴ്സ് ഉണ്ട്. അപ്പൊ നമ്പർ നോക്കി കളറ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ കുട്ടിക്ക് നമ്പർ എന്നുള്ള കൺസെപ്റ്റ് ഉണ്ടോന്നും അറിയാൻ പറ്റും, കളറും മനസ്സിലാക്കിയിട്ടുണ്ടോന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഫ്ലവർ തന്നെ വേണമെന്നില്ല, എളുപ്പം ഇതായതുകൊണ്ട് ഞാനത് വരച്ചു മാത്രം. കുറച്ച് വലിയ പോർഷൻസ് ഒക്കെ വരുന്ന രീതിയിലുള്ള പിക്ചർ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്മോൾ ഡീറ്റെയിൽസ് ഉള്ള പിക്ചർ ഒന്നും കുട്ടികൾക്ക് സെലക്ട് ചെയ്യാതിരിക്കുക. നമ്പർ പറയുമ്പോ ഒരു 10 നമ്പർ അങ്ങനെയൊക്കെ കൊടുക്കാം അല്ലെ? നമ്മുടെ ആ പിക്ചറിൽ എന്തൊക്കെ പാർട്സ് ഉണ്ട്? ഇതിപ്പോ ലീഫ് 2 ലീഫേ ഉള്ളൂ, പിന്നെ ചെടിച്ചട്ടിയുടെ ഒരു കളറ്, പിന്നെ അതിന്റെ പെറ്റൽസ്, നടുക്കുള്ള ഭാഗം, അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും എനിക്കൊരു 6 കളറാ വന്നത്. പിക്ചർ നമുക്ക് ഏത് വേണമെങ്കിലും വരയ്ക്കാലോ മിസ്സേ? അതെ. പിന്നെ ഇത് ഏതോ ഒരു ആക്ടിവിറ്റി ബുക്കിൽ നിന്ന് കിട്ടിയതാണ്. ഈ 2 പിക്ചേഴ്സ് തമ്മിൽ 4 ഡിഫറൻസസ് ഉണ്ടെന്ന് കറക്റ്റ് നമ്പർ പറഞ്ഞു കൊടുക്കുക. എത്രയാണോ? 3 ആണെങ്കിൽ 3, 4 ആണെങ്കിൽ 4, 5 ആണെങ്കിൽ 5, അത്രയും ഡിഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. അതിനനുസരിച്ച് അവരത് മനസ്സിലാക്കുക, നോക്കി കണ്ടുപിടിക്കാം.
പിന്നെ തന്നെ വാലിന്റെ കളർ വ്യത്യാസം, വായിലെ ചെവിയിലെ കണ്ണിലെ ഒക്കെ വ്യത്യാസങ്ങളുണ്ട്. മിസ് ഇങ്ങനത്തെ ഇപ്പൊ ഒരു പറഞ്ഞ ബുക്ക് കിട്ടണേ സുഖമായിരുന്നു അല്ലേ? എല്ലാം കട്ട് ചെയ്തെടുക്കാം. ആരും എന്തോ പറയുന്നു, കേട്ടില്ല. ഇപ്പൊ ലാസ്റ്റ് പറഞ്ഞ ആക്ടിവിറ്റിയും എന്താ അതും അതിന് തൊട്ട് മുമ്പ് നമ്മൾ ആ റാബിറ്റ് വരച്ചില്ലേ, അതും സെയിം ആക്ടിവിറ്റി പോലെയല്ലേ? അത് തമ്മിൽ എന്താ ഡിഫറൻസ് വരിക? റാബിറ്റിന്റെ പോലത്തെ 4 പിക്ചർ വന്നു, അതേപോലെ കോപ്പി പോലെ തോന്നി. ഇത് 2 പിക്ചർ വന്നിട്ട് ഡിഫറൻസസ് കണ്ടുപിടിക്കാനായിരുന്നു. മറ്റേതെല്ലാം മൈന്യൂട്ട് ഡിഫറൻസസ്, ഒരു ഡിഫറൻസ് എങ്ങനെ കാണുള്ളൂ തമ്മില് ബോഡിയില്. ഇത് ഡോട്ടിൽ ജോയിൻ ചെയ്ത് കംപ്ലീറ്റ് ആക്കുക. അതിന് ടീച്ചർ എന്താ വരച്ചിരിക്കുന്നത് ഡോട്ട് കംപ്ലീറ്റ് ആക്കാനായിട്ട്? മൈലിയ ഓക്കെ ഓക്കെ. എളുപ്പമുള്ള നോക്കിയിട്ട് അങ്ങനെ വരച്ചതാണ്. പിന്നെ ഇത് മക്കളത് കംപ്ലീറ്റ് ചെയ്തതാണേ. നമ്പേഴ്സ് ജോയിൻ ചെയ്ത് ഒരു ദീപം പോലെ വരച്ചതായിരുന്നു. നമ്പേഴ്സ് ജോയിൻ ചെയ്ത് പിക്ചർ കംപ്ലീറ്റ് ചെയ്യാം. അത് എത്ര നമ്പർ വരെ എത്തിക്കണം മിസ്സേ ഒരു പിക്ചറില്? ഡിപ്പെൻഡിങ് ഓൺ ദ പിക്ചർ. പിന്നെ കുട്ടികൾക്ക് KG സെഷനൊക്കെ ആവുമ്പോ അവര് ഒരു 20 ഒക്കെ വരെ മതിയാകുമായിരിക്കും. ഞാൻ 20 വരെ വരച്ചിട്ടുണ്ട്. 22 വരെ ഉണ്ട് കേട്ടോ. ഇടയ്ക്ക് വേറെ ആരോ എന്തോ ചോദിച്ചു, ഞാൻ കേട്ടില്ല. നെക്സ്റ്റ് മിസ്സിംഗ് ലെറ്റർ ഫില്ല് ചെയ്യാം. അവർക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ്, ഓറഞ്ച് ആണ് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് മാച്ച് ദ ഫോളോയിങ്. മാച്ച് ചെയ്യാം. ഡോർ കീ, കിച്ചണിലെ ആ ഒരു കടായും സ്പൂണും ടിവിയും റിമോട്ടും ഒക്കെ അവര് കോമൺ ആയിട്ട് കാണുന്നതാണല്ലോ, അവരുടെ ചുറ്റും കാണുന്ന കാര്യങ്ങളാണ്. പിന്നെ ഒരു സ്റ്റോറിയുടെ 4 പിക്ചേഴ്സ് കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ടുണ്ട്. കുട്ടികളെ കൊണ്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യിക്കുക. നേരത്തെ ഒറ്റ പിക്ചർ തന്നിട്ട് സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇതില് പിക്ചേഴ്സ് തന്നിട്ട് സ്റ്റോറി, കുറച്ചധികം പിക്ചേഴ്സ് ഉണ്ട്, സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് ആ ഓർഡറിൽ നമ്മളൊന്ന് കൊടുക്കുവാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ എഴുതേണ്ട ആവശ്യമില്ല അല്ലെ? പിക്ചർ ജസ്റ്റ് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്താൽ മതി അല്ലേ? ചെയ്താൽ മതി. കാരണം ഒരു കുട്ടി പറയുന്ന കഥയായിരിക്കില്ല വേറൊരു കുട്ടി പറയുന്നത്. അപ്പൊ അത് അവരുടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷനും ആണ്. നെക്സ്റ്റ് ഒരു പോസ്റ്റ്മാനും ഒരു കുട്ടി അവർ തമ്മിലുള്ള കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഇതാവണമെന്നില്ല കേട്ടോ, വേറെ എന്തും, ഒരു അച്ഛനും മോളോ ടീച്ചറും കുട്ടിയോ ഗ്രാൻഡ് പാരന്റും കുട്ടികളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അങ്ങനെ ആരെങ്കിലും തമ്മിലുള്ള കോൺവെർസേഷൻ, അത് ഫ്രണ്ട്സ് തമ്മിലോ അങ്ങനെ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യും. ഇപ്പൊ പറഞ്ഞത് എഴുതുണ്ടല്ലോ മിസ്സേ, കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനുള്ളതല്ലേ? അല്ല, എല്ലാ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കാനാണ്, നിങ്ങൾ ഒന്നും കംപ്ലീറ്റ് ചെയ്യാം. പിക്ചർ ഒട്ടിച്ചാൽ മാത്രം മതി അല്ലേ? 2 പേഴ്സൺസ് തമ്മിൽ സംസാരിക്കുന്നത്. അതെ. അപ്പൊ അത് കാണുമ്പോ കുട്ടിക്ക് തോന്നും ഇതിങ്ങനെ പറയണ്ടാവും, ആളങ്ങനെ മറുപടി പറയണ്ടാവും, അങ്ങനെയൊക്കെ. പിന്നെ ഫൈൻഡ് ഔട്ട് ദ ഹൈഡിങ് ക്രീച്ചർ. അതിനകത്ത് ഞാനൊരു ഗാർഡനില് ഒരു പുല്ലിന്റെ ഇടയ്ക്ക് ഒരു ബട്ടർഫ്ലൈ പോലെയാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഹൈഡിങ് ക്രീച്ചർ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പൊ എന്നോട് ഏതോ ബാച്ചിലെ കുട്ടി ചോദിച്ചു, ക്രീച്ചർ മാത്രം ആവണമെന്നുണ്ടോ, വേറെ എന്തെങ്കിലും സാധനം ആയാൽ കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. നോ പ്രോബ്ലം. ആ ഗാർഡനിൽ ഒരു കീ കിടക്കുന്നു, അതാന്ന് വിചാരിച്ചു, അവിടെ അത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ബോള് കിടക്കുന്നു, അത് കണ്ടുപിടിക്കാം. ഹൈഡിങ് ക്രീച്ചർ എന്നൊന്ന് മാറ്റിയിട്ട് ഹൈഡിങ് ഒബ്ജക്റ്റ് എന്നോ ഹൈഡിങ് തിങ്സോ എന്തെങ്കിലും കൊടുക്കേണ്ടി വരും. പിന്നെ കുറച്ചധികം ഈ വേർഡിന്റെ ബോക്സിൽ നിന്നും ഹൈഡ് ചെയ്തിരിക്കുന്ന അനിമൽ കണ്ടുപിടിക്കും. ഫസ്റ്റ് വണ്ണില് കൗ, സെക്കൻഡ് വണ്ണില് ഓക്സ്, തേർഡ് വണ്ണില് യാക്ക്, ഫോർത്ത് വണ്ണില് ഡീർ. അങ്ങനെ അത് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് കൂടുതലായിട്ട് ആക്ടിവിറ്റീസ് ചെയ്യിക്കണം. ഷഫിൾ ചെയ്താലും കുഴപ്പമുണ്ടോ? നമുക്ക് കിട്ടുന്നതനുസരിച്ചിട്ട് ചെയ്താലും കുഴപ്പമുണ്ടോ? ഇല്ലല്ലോ. മീൻസ് ഇപ്പൊ DER ഡീർ എന്നുള്ളതിന്റെ അതല്ല മിസ്സേ, നമ്മുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടല്ലോ, ഓർഡറിൽ തന്നെ വേണമെന്നാ ചോദിക്കുന്നത്. ഞാൻ ഒരു റെക്കോർഡിനും ഓർഡർ പറയുന്നില്ല കേട്ടോ, എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഈ എന്താ പറയാ, അനിമൽ അല്ലെങ്കിൽ ബേർഡിനെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് ചെറിയ കുട്ടികളായതുകൊണ്ട് അത് ഷഫിൾ ചെയ്തെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതല്ല ചോദിക്കെങ്കിൽ കൂടിയും അതും കൂടെയാണെന്ന് പറയുക. കാരണം അവര് കൊച്ചുകുട്ടികളല്ലേ, അവർക്ക് അറിയില്ലല്ലോ. മറ്റേത് ജംപിൾ ചെയ്ത് വേർഡ്സ് കൊടുക്കാതെ ജസ്റ്റ് ഇങ്ങനെ നോക്കി നോക്കി പോകുമ്പോൾ ആ ഓർഡറിൽ നിന്ന് തന്നെ അതിനെ കിട്ടണം. ജംപിൾ ചെയ്ത് കൊടുക്കുന്നതൊക്കെ കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കാണ്. ഓക്കെ, ഓൾമോസ്റ്റ് ക്ലിയർ ആയില്ലേ? ഇനി ചെയ്യാൻ തുടങ്ങുമ്പോൾ ഡൗട്ട്സ് തുടങ്ങും.
എന്നാലും ഇൻട്രസ്റ്റിംഗ് ആണ്, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ അല്ല ആയിരിക്കും. ഇത് മറ്റുള്ള റെക്കോർഡ്സിനേക്കാളും ഈസി ആയിട്ട് തോന്നി. ഇത് പെട്ടെന്ന് ചെയ്തു തീർക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ ഓക്കെ ദെൻ. അയ്യോ നിങ്ങൾക്ക് PGയുടെ ക്ലാസ് തുടങ്ങിയില്ലേ? മറന്നുപോയോ? PGന്റെ ക്ലാസ് തുടങ്ങിയോ? ഇത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ. ഇന്ന് PG ക്ലാസ് ഉണ്ടാവും. ഇല്ല, നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല. ഞാൻ ഇൻഫോം ചെയ്യാട്ടോ. അപ്പൊ ചിലപ്പോ ഇന്നല്ലേ നാളെയാണോ? എന്തായാലും ഫ്രൈഡേ എന്റെ ക്ലാസ് ആണോ അതെനിക്കറിയാം. ഓക്കെ, സോ സൈൻ ഔട്ട് ഉണ്ടോ? Yes, miss. Okay, thank you so much, Disha miss, for telling us about the record details and for other details, other clearing our doubts and other informations. And thank you so much for everyone who attend the live class. Today I signing out with a short story. The helpful bee. A bee saw a flower struggling to bloom. It gathered pollen and gently encouraged the flower. Soon it blossomed beautifully, and the bee learned that helping others can create something wonderful. And the moral of the story: helping others make the world better. Okay, thank you, miss. Thank you so much for everyone. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. ഒരുപാട് ലേറ്റ് ആയില്ലേ എന്ന് പറഞ്ഞു. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. താങ്ക് യു മിസ്. ഫുഡ് കഴിച്ചോ? എന്തോ അത് ചോദിച്ചോ? ഫുഡ് കഴിച്ചോ? ഇല്ല, കഴിച്ചില്ല. ഞാനന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോയിരിക്കായിരുന്നു. ഫസ്റ്റ് ക്ലാസ് എടുത്തില്ല. നിങ്ങളുടെ ക്ലാസ് എടുക്കാറായപ്പോഴേക്കും ചെറിയ കുഴപ്പമില്ല മിസ്, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഞാനും കഴിക്കാൻ പോണുള്ളൂ. ഞാനും കഴിച്ചില്ല. ഞാനും കഴിച്ചിട്ടില്ല. ആണോ? നമുക്ക് എല്ലാവർക്കും കൂടെ നമുക്ക് ജിഷ മിസ്സിന്റെ വീട്ടിൽ പോവാ. എന്താ സ്പെഷ്യൽ നോക്കാലോ. ഇഷ്ടം പ്രത്യേകിച്ച് ഒന്നുമില്ല. ഞാൻ ഉണ്ടാക്കുന്ന സാലഡ് ഉണ്ട്, അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. നാരങ്ങനീര് ഒഴിച്ചിട്ടുള്ള സാലഡ് അതുണ്ട്. കുറച്ച് ഞങ്ങൾക്ക് പാർസൽ ചെയ്ത് തരുമോ? അതിന്റെ ഫ്രഷ് ആയിട്ട് കഴിക്കേണ്ടതാണല്ലോ. വരും, ഒരു ദിവസം പ്ലാൻ ചെയ്ത് എറണാകുളത്തേക്കൊക്കെ ഇറങ്ങും. ടീച്ചർ സ്പെഷ്യൽ എന്നൊക്കെ പറഞ്ഞപ്പോ വായില് കപ്പലോടി. വേറെ സ്പെഷ്യൽ ഒന്നുമില്ല. ഫിഷ് ഫ്രൈ ഉണ്ട്, പിന്നെ ഒരു കാച്ചി. വേറെ ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്നലത്തെ ചീരത്തോരൻ ഇരിക്കട്ടെ, അത്ര സുഖം ഉണ്ടാവില്ലല്ലോ. അത് ഫ്രഷ് ആയിട്ട് കഴിക്കുന്നതല്ലേ നല്ലത്. കുഴപ്പമില്ല, എന്തെങ്കിലും ടീച്ചറുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ച് കഴിക്കാൻ ഭാഗ്യം ഉണ്ടെങ്കിൽ കഴിക്കാം. ഒരു മുട്ടായെങ്കിലും. തീർച്ചയായിട്ടും. സഫിയുടെ വീട് പാലക്കാടാണോ? പാലക്കാട് വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പൊ എന്താ ടീച്ചറെ പറഞ്ഞില്ല? ഞാൻ വന്നിട്ടുണ്ടായില്ലേ ടീച്ചറെ വിളിക്കാന്? ചേച്ചിയുടെ അടുത്ത് ലഞ്ച് കഴിച്ചു, അങ്ങനെ കോയമ്പത്തൂർ പോവുമായിരുന്നു. ടീച്ചർ എന്നെ പറ്റിച്ചപ്പോ ഒരു വാക്ക് പറയാനില്ലേ? ഹറിബറിയാണ്, അപ്പൊ ഒന്നിനും പറ്റിയില്ല. 1 hour ചേച്ചിയുടെ അടുത്ത് തന്നെ നിന്നുള്ളൂ. മാം കാസർഗോഡ് ഭാഗത്തേക്ക് വരുന്നുണ്ടോ വീട്ടിലേക്കൊക്കെ? വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, ഒട്ടും വരാത്ത ഒരു. കേരളത്തിലെ എല്ലാ സംസ്ഥാനത്തിലേക്കും, കേരളത്തിലെല്ലാവിടേക്കും ടൂർ പോകാനായിട്ട് ഉദ്ദേശിക്കുക. നമ്മുടെ ഓരോ സ്റ്റുഡൻസിനെ പിടിച്ചാൽ മതി. റൂം എടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരെയും കണ്ടിട്ട് വരിക, അവിടെ പോയിരിക്കുക. സുഖമാണ്. കേരളത്തിലെ നാനാ ഭാഗത്തു നിന്നും ആൾക്കാരുണ്ട്. നമുക്ക് റൂമും ഫുഡൊക്കെ എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഹോട്ടലിലെ ഫുഡ് പോലെ നമുക്ക് തയ്യാറാക്കി തരുകയും ചെയ്യും. അത്ര നല്ല കുട്ടികളാണ്. ടീച്ചർ ഇനി പാലക്കാട് വരുമ്പോ നമ്മളോടേക്ക് വരണേ. ഓക്കെ, താങ്ക് യു. നമുക്ക് ഫുഡ് കഴിക്കാം.